ഈ 10th ലെവൽ പരീക്ഷയുടെ സിലബസിലെ ചരിത്രം എന്ന് പറയുന്ന ഭാഗം 3 സെക്ഷനുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കേരള ചരിത്രം, ഇന്ത്യൻ ചരിത്രം, ലോക ചരിത്രം. ഇതിലെ കേരള ചരിത്രം തന്നെ സിംഗിൾ വീഡിയോ ആയിട്ട് ഫുൾ ടോപ്പിക്ക് കവർ ചെയ്തൊരു വീഡിയോ നമ്മൾ ഓൾറെഡി യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഏകദേശം 11 മണിക്കൂറോളം ലെങ്ത് വരുന്ന വലിയൊരു വീഡിയോ ആണ്. എല്ലാ ടോപ്പിക്സും കവർ ചെയ്ത് തന്നെയാണ് അത് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ ചരിത്രത്തിലേക്ക് വരുമ്പോൾ ഫുള്ള് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ അത്രയെങ്കിലും മിനിമം വരും, അല്ലെങ്കിൽ അതിൽ കൂടുതൽ വന്നാലേ ഉള്ളൂ. പക്ഷേ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഏകദേശം 1 മണിക്കൂറോളം ലെങ്ത് വരുന്ന ഈ ഒരു വീഡിയോയിൽ ഇന്ത്യൻ ചരിത്രം മുഴുവൻ നമ്മൾ കവർ ചെയ്യുവാണ്. നിങ്ങൾക്ക് ഒരുപക്ഷെ അത് എങ്ങനെയാണ് എന്ന് തോന്നാം. ഈ വീഡിയോയിൽ ഒറ്റ പ്രാവശ്യമേ ഞാൻ ഓരോ പോയിന്റും പറഞ്ഞു പോകുന്നുള്ളൂ. അതുപോലെ തന്നെ കണ്ടന്റ് ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത് ഇന്ത്യൻ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ടോപ്പിക്കുകളിൽ നിന്നും PSC ഇതുവരെ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, അതുപോലെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ഫാക്റ്റ്, ഇത് സെലക്ട് ചെയ്ത് ഓരോ സെക്ഷനുമായി ബന്ധപ്പെട്ട് സെലക്ട് ചെയ്തെടുത്ത് ടോപ്പിക്ക് അധിഷ്ഠിതമായിട്ട് ക്യാപ്സ്യൂൾ പോലെ ഒറ്റ പ്രാവശ്യം മാത്രം പറഞ്ഞു പോകുന്ന ഒരു സ്പെഷ്യൽ ഓഡിയോ ക്ലാസ് ആണ് ഇന്ത്യൻ ചരിത്രവുമായി ബന്ധപ്പെട്ട്. ഇത് നിങ്ങൾ കേൾക്കേണ്ടത് ഈ ഫോണിലെ ഈ വീഡിയോ ഓണാക്കി വെച്ചതിന് ശേഷം ഇത് ഫോൺ നോക്കിയിരിക്കേണ്ട, ഫോൺ മാറ്റി വെച്ച് നിങ്ങളൊന്ന് റിലാക്സ്ഡ് ആയിട്ടിരുന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് ഓരോ പോയിന്റും ഞാൻ പറയുമ്പോൾ തന്നെ അത് കേട്ടങ്ങ് പഠിച്ചു പോവുക. ഈ 3 വലിയ ടോപ്പിക്കുകളുള്ള കേരള ചരിത്രം, ഇന്ത്യൻ ചരിത്രം, ലോക ചരിത്രം എന്ന 3 ടോപ്പിക്കുകളുള്ള ഈ ഒരു ചരിത്രം എന്ന് പറയുന്ന സെക്ഷനിൽ നിന്ന് 5 മാർക്കിൻ്റെ ചോദ്യം വന്നാൽ ചിലപ്പോൾ ഇന്ത്യൻ ചരിത്രത്തിൽ ചോദിക്കുന്ന മുഴുവൻ മാർക്ക് ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ ഒരൊറ്റ വീഡിയോയിൽ നിന്ന് കിട്ടാം. അത്രയും കാൽക്കുലേറ്റഡ് ആയിട്ട് ആവശ്യമുള്ളതെല്ലാമാണ് നമ്മളിതിനകത്ത് ഉൾപ്പെടുത്തിയേക്കുന്നത്. ഇതങ്ങ് കേട്ട് നിങ്ങൾ പക്കായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. മിനിമം ഇത്രയെങ്കിലും പഠിക്കണം. ഇതെന്തായാലും നിങ്ങൾ പഠിക്കണം ഇത്രയെങ്കിലും കാര്യങ്ങൾ. കാരണം ഇതിൽ നിന്ന് തന്നെ ഒരു 90% ചോദ്യങ്ങൾ വരത്തുള്ളൂ. അത്രയും സെലക്ട് ചെയ്താണ് നമ്മൾ പോയിന്റ് പറഞ്ഞു പോയേക്കുന്നത്. കേട്ട് പഠിച്ചാൽ മതി, സംഭവം സെറ്റാണ്. ഓക്കെ, ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഈ വരാൻ പോകുന്ന 10th ലെവൽ പരീക്ഷകൾക്ക് വേണ്ടി ആവശ്യമുള്ള എല്ലാ സ്റ്റഡി മെറ്റീരിയൽസും പ്രൊവൈഡ് ചെയ്തുകൊണ്ട് സിസ്റ്റമാറ്റിക്കായിട്ട് കണ്ടന്റ് നൽകിക്കൊണ്ട് ഒരു കംപ്ലീറ്റ് കോഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ PSC LDC എന്ന് മെസ്സേജ് അയക്കുക. ഓക്കെ, നിങ്ങൾ ആ ഒരു കോഴ്സ് വാങ്ങിച്ചാൽ ആ കോഴ്സിൽ നമ്മൾ തരുന്ന ആ ഒരു കണ്ടന്റ് വെച്ച് പക്കായിട്ട് പഠിച്ചു പോയാൽ മതി. വേറെ ഒന്നും നിങ്ങൾക്ക് വാങ്ങിക്കേണ്ടി വരത്തില്ല. ആ ഒരു കോഴ്സിൽ എല്ലാ മെറ്റീരിയലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്, കറണ്ട് അഫേഴ്സ് ഉൾപ്പെടെ. താല്പര്യമുള്ളവർ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഓക്കെ, വീഡിയോയിലേക്ക് കിടക്കാം. ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത് 1857 വിപ്ലവത്തിനെയാണ്. ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട തീയതി 1857 മെയ് 10 ഈ 1857 വിപ്ലവം ആരംഭിച്ച സ്ഥലം ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിലെ മീററ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ് 1857 വിപ്ലവം ആരംഭിച്ചത്. 1857 വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ കലാപ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്തിരുന്ന സംസ്ഥാനവും ഉത്തർപ്രദേശ് തന്നെയാണ്. ബ്രിട്ടീഷുകാർ 1857 വിപ്ലവത്തിന് നൽകിയ പേര് ശിപായി ലഹള എന്നായിരുന്നു. ഇങ്ങനെ ശിപായി ലഹള എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ജോൺ ലോറൻസ് ആണ്. അതുപോലെ തന്നെ ഡെവിൾസ് വിൻഡ് അല്ലെങ്കിൽ ചെകുത്താൻ്റെ കാറ്റ് എന്നൊക്കെ ഇംഗ്ലീഷുകാർ വിശേഷിപ്പിച്ചത് ഈ 1857 വിപ്ലവം അല്ലെങ്കിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെയാണ്. 1857 വിപ്ലവത്തിലെ ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് മംഗൽ പാണ്ഡെയാണ്. ആ ഒരു പേരിൽ ഒരു സിനിമ ഒക്കെയുണ്ട്. ആമിർ ഖാനാണ് ആ ഒരു സിനിമയിൽ നായകനായിട്ട് അഭിനയിച്ചത് മംഗൽ പാണ്ഡെയുടെ വേഷത്തിൽ. മംഗൽ പാണ്ഡെയെ തൂക്കിലേറ്റിയ വർഷം 1857 ഏപ്രിൽ 8. മംഗൽ പാണ്ഡെ അംഗമായിരുന്ന പട്ടാള യൂണിറ്റ് എന്ന് പറയുന്നത് 34th ബംഗാൾ ഇൻഫൻറ്ററിയാണ്. 34ാമത് ബംഗാൾ ഇൻഫൻറ്ററിയിലാണ് മംഗൽ പാണ്ഡെ അംഗമായിരുന്നത്. മംഗൽ പാണ്ഡെ 1857 ദി റൈസിംഗ് എന്നതായിരുന്നു ആമിർ ഖാൻ നായകനായ മംഗൽ പാണ്ഡെയെക്കുറിച്ചുള്ള ചിത്രത്തിൻ്റെ പേര്. 1857 വിപ്ലവത്തിൻ്റെ ചിഹ്നമായി കണക്കാക്കുന്നത് താമരയും ചപ്പാത്തിയുമാണ്. 1857 വിപ്ലവത്തിൻ്റെ ചിഹ്നമായി കണക്കാക്കുന്നത് താമരയും ചപ്പാത്തിയും എന്നതാണ്. 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ കാനിങ് പ്രഭുവായിരുന്നു. അതുപോലെ തന്നെ 1857 വിപ്ലവത്തിൻ്റെ ബ്രിട്ടീഷ് സൈനിക തലവൻ കോളിൻ ക്യാമ്പലാണ്. ഝാൻസിയിലെ രാജാവായിരുന്ന ഗംഗാധര റാവുവിൻ്റെ ഭാര്യയാണ് ഝാൻസി റാണി. മനു എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ധീരവിപ്ലവകാരിയാണ് ഝാൻസി റാണി. ഝാൻസി റാണിയുടെ ദത്തുപുത്രൻ്റെ പേര് ദാമോദർ റാവു എന്നാണ്. ഝാൻസിയിലും ഗ്വാളിയറിലും വിപ്ലവം നയിച്ച വ്യക്തി ഝാൻസി റാണിയാണ്. ദത്തവകാശ നിരോധന നിയമം വഴി ഝാൻസി കൈയടക്കാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചതാണ് ഝാൻസി റാണി ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ
കാരണമായത്. 1857 വിപ്ലവത്തിലെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഝാൻസി റാണി. ഇനി 1857 വിപ്ലവത്തിൻ്റെ പ്രധാന നേതാക്കൾ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. ഡൽഹിയിൽ ജനറൽ ഭക്ത് ഖാനും ബഹദൂർ ഷാ രണ്ടാമനുമാണ്. ഝാൻസിയിൽ റാണി ലക്ഷ്മിബായിയാണ്. അതുപോലെ ഗ്വാളിയറിലും റാണി ലക്ഷ്മിബായിയാണ്. ബീഹാറിൽ കൻവർ സിംഗ്, ആസാമിൽ ദിവാൻ മണിറാം, മീററ്റിൽ ഖേദം സിംഗ്, കാൺപൂരിൽ നാനാ സാഹിബും താന്തിയ തോപ്പിയും, ലക്നൌവിൽ ബീഗം ഹസ്രത് മഹൽ, ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള, ബറേലിയിൽ ഖാൻ ബഹദൂർ, ജഗദീഷ്പൂരിൽ കൻവാർ സിംഗ്. ഇവരൊക്കെയാണ് 1857 വിപ്ലവത്തിലെ ഓരോ സ്ഥലത്തെയും നേതാക്കളെന്ന് ജസ്റ്റ് ഒന്ന് ഈ കൂട്ടത്തിൽ അറിഞ്ഞിരിക്കുക. ഓക്കെ, 1857 വിപ്ലവത്തിൽ ഡൽഹിയുടെ ഭരണാധികാരിയായി വിപ്ലവകാരികൾ അവരോധിച്ച മുഗൾ രാജാവാണ് ബഹദൂർ ഷാ സഫർ അല്ലെങ്കിൽ ബഹദൂർ ഷാ രണ്ടാമൻ എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദുവെന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് ഝാൻസി റാണിയെയാണ്. വിപ്ലവകാരികളുടെ സമുന്നത ധീര നേതാവ് എന്ന് പട്ടാള മേധാവി സർ ഹ്യൂജ് റോസ് വിശേഷിപ്പിച്ചതും ഝാൻസി റാണിയാണ്. ഝാൻസി റാണി വീരമൃത്യു വരിച്ചത് 1858 ജൂൺ 18-നാണ്. നാനാ സാഹിബിൻ്റെ സൈനിക ഉപദേഷ്ടാവായിരുന്നത് താന്തിയ തോപ്പിയാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഗൊറില്ല യുദ്ധരീതി ആവിഷ്കരിച്ച സമര നേതാവാണ് താന്തിയ തോപ്പി. താന്തിയ തോപ്പിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപനാണ് കോളിൻ ക്യാമ്പൽ. താന്തിയ തോപ്പിയെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയത് 1859-ലാണ്. നാനാ സാഹിബിൻ്റെ യഥാർത്ഥ പേര് ദോണ്ടു പന്ത് എന്നാണ്. അതുപോലെ താന്തിയ തോപ്പിയുടെ യഥാർത്ഥ പേര് രാമചന്ദ്ര പാണ്ഡുറങ് എന്നാണ്. റാണി ലക്ഷ്മി ഭായിയുടെ യഥാർത്ഥ പേര് അല്ലെങ്കിൽ മറ്റൊരു പേര് മണികർണിക എന്നാണ്. ബീഹാർ സിംഹം എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് കൻവാർ സിംഗ്. പേഷ്വ ബാജിറാവുവിൻ്റെ ദത്തുപുത്രനാണ് നാനാ സാഹിബ്. ദത്തുപുത്രനാണെന്ന കാരണത്താൽ പെൻഷൻ നിഷേധിച്ചതുകൊണ്ട് നാനാ സാഹിബ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ തീരുമാനിച്ചു. വിപ്ലവം പരാജയപ്പെട്ടതോടെ നേപ്പാളിലേക്ക് പലായനം ചെയ്ത വിപ്ലവകാരിയാണ് ഈ നാനാ സാഹിബ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ രക്തസാക്ഷി ആര് എന്ന് ചോദിച്ചാൽ പ്രീതി ലത വഡേക്കറാണ്. പ്രീതി ലത വഡേക്കറാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ രക്തസാക്ഷി. ഓക്കെ, ബഹദൂർ ഷാ സഫറിനെ നാടുകടത്തിയത് റങ്കൂണിലേക്കാണ്. മ്യാൻമാർ എന്നറിയപ്പെടുന്ന ഇപ്പോഴത്തെ മ്യാൻമാറായ റങ്കൂണിലേക്കാണ് ബഹദൂർ ഷാ സഫറിനെ നാടുകടത്തിയത്. 1857 വിപ്ലവം പൂർണ്ണമായും അടിച്ചമർത്തപ്പെട്ട വർഷം 1858. വിപ്ലവത്തിൻ്റെ പ്രധാന ഫലം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു എന്നുള്ളതാണ്. 1857 വിപ്ലവത്തിൻ്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് നാനാ സാഹിബാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചെങ്കിലും പിന്നീട് അത് ബ്രിട്ടീഷ് ക്രൗണിലേക്ക് അങ്ങനെ ഡയറക്റ്റായിട്ട് അവരിലേക്ക് പോയി ആ ഒരു രീതിയിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു. 1857 വിപ്ലവത്തിൻ്റെ ഫലമായി നാടുകടത്തപ്പെട്ട രാജാവാണ് ബഹദൂർ ഷാ സഫർ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഭരണം നഷ്ടപ്പെടാൻ കാരണമായ ആക്ട് ഏത് എന്ന് ചോദിച്ചാൽ 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന വിളംബരമാണ് 1858 വിളംബരം. 1858 വിപ്ലവത്തിൻ്റെ ഫലമായി ഇന്ത്യയുടെ ഭരണാധികാരിയായ ബ്രിട്ടീഷ് രാജ്ഞി ആര് എന്ന് ചോദിച്ചാൽ ഉത്തരം വിക്ടോറിയ രാജ്ഞിയാണ്. ഭരണമാറ്റത്തിൻ്റെ ഫലമായി പിൻവലിക്കപ്പെട്ട ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയമമാണ് ദത്തവകാശ നിരോധന നിയമം. 1858 നിയമം പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ പാൾമേഴ്സ്റ്റൺ പ്രഭുവാണ്. മുഗൾ ഭരണത്തിൻ്റെ പൂർണ്ണ പതനത്തിന് കാരണമായ വിപ്ലവമാണ് 1857 വിപ്ലവം. 1857 കലാപ പ്രദേശങ്ങൾ മീററ്റ്, ഉത്തർപ്രദേശിലാണ് മീററ്റ്, ലക്നൗ, അലിഗഡ്, മധുര, ആഗ്ര, ഝാൻസി, അലഹബാദ് ഇവയൊക്കെ ഉത്തർപ്രദേശിലാണ്. അതുപോലെ ബാരക്പൂർ പശ്ചിമ ബംഗാളിലാണ്. ഇതൊക്കെ പ്രധാന വിപ്ലവ കേന്ദ്രങ്ങളാണ് എന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇന്ത്യയുടെ
ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് ഈ ഒരു വിപ്ലവത്തെ വിശേഷിപ്പിച്ചത് വി.ഡി. സവർക്കറാണ്. 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച വിദേശി കാൾ മാർക്സ് ആണ്. 1857 വിപ്ലവത്തെ ആഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ചത് എസ്.ബി. ചൗധരിയാണ്. 1857 വിപ്ലവത്തെ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ദേശീയ കലാപം എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് ബെഞ്ചമിൻ ഡിസ്രേലി. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ഉയർത്തെണീക്കൽ എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് വില്യം ഡാൾറിംബിൾ. ആദ്യത്തേതുമല്ല, ദേശീയ തലത്തിലുള്ളതുമല്ല, സ്വാതന്ത്ര്യ സമരവുമല്ല എന്ന് ഈ ഒരു വിപ്ലവത്തെ വിശേഷിപ്പിച്ചത് ആർ.സി. മജുംദാറാണ്. 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് കാൾ മാർക്സ് വിലയിരുത്തിയത് ഏത് പത്രത്തിലൂടെയാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം ന്യൂയോർക്ക് ട്രിബ്യൂണലിലൂടെയാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചുള്ള മാൽസ പ്രവാസ് എന്ന മറാത്ത ഗ്രന്ഥം രചിച്ചത് വിഷ്ണു ഭട്ട് ഗോഡ്സെയാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ 150-ാം വാർഷികം ആഘോഷിച്ച വർഷമാണ് 2007 എന്ന് ഓർക്കുക. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന പുസ്തകം എഴുതിയത് താരാചന്ദാണ്. 1857 ദ ഗ്രേറ്റ് റെബലിയൻ എന്ന ബുക്ക് എഴുതിയത് അശോക് മേത്തയാണ്. ദി ലാസ്റ്റ് മുഗൾ, ദി ഫോൾ ഓഫ് എ ഡൈനാസ്റ്റി, ഡൽഹി 1857 എന്ന ബുക്ക് എഴുതിയത് വില്യം ഡാർലിംബിളാണ് എന്നും ഓർക്കുക. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട പോയിന്റുകളാണ് നോക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് INC രൂപീകൃതമായത് 1885 ഡിസംബർ 28-നാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ അലൻ ഒക്ടേവിയൻ ഹ്യൂം അഥവാ A.O. ഹ്യൂമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സെക്രട്ടറി അലൻ ഒക്ടേവിയൻ ഹ്യൂമാണ്. INCയുടെ ആദ്യ പ്രസിഡന്റ് W.C. ബാനർജിയാണ്. INCയുടെ രൂപീകരണത്തിന് മുമ്പ് നിലവിലുണ്ടായിരുന്ന സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ യൂണിയൻ. 1884 INCയുടെ ആദ്യ സമ്മേളനം നടത്താൻ തീരുമാനിച്ചിരുന്നത് പൂനെയിലാണ്. എന്നാൽ ആദ്യ സമ്മേളനം നടന്നത് ബോംബെയിലാണ്. ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ കോളേജിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം പൂനെയിൽ നിന്ന് ബോംബെയിലേക്ക് മാറ്റാൻ കാരണമായത് പ്ലേഗ് പകർച്ചവ്യാധി പരന്നതുകൊണ്ടാണ്. കോൺഗ്രസിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് പറയപ്പെടുന്ന പ്രമുഖ സിദ്ധാന്തം ഏതെന്ന് ചോദിച്ചാൽ സേഫ്റ്റി വാൽവ് തിയറി അഥവാ സുരക്ഷാ വാൽവ് സിദ്ധാന്തമാണ്. INCയുടെ രൂപീകരണ സമ്മേളനത്തിൽ ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് G. സുബ്രഹ്മണ്യ അയ്യരാണ്. INCയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക മലയാളിയാണ് ബാരിസ്റ്റർ G.P. പിള്ള. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത് 72 പ്രതിനിധികളാണ്. 72. കോൺഗ്രസ് സമ്മേളനം നടന്ന ആദ്യ ദക്ഷിണേന്ത്യൻ നഗരം ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം ചെന്നൈയാണ്. 87 കോൺഗ്രസ് സമ്മേളനമാണ് ചെന്നൈയിൽ നടന്നത്. INCക്ക് ആ പേര് നിർദ്ദേശിച്ചത് ദാദാഭായ് നവറോജിയാണ്. അതുപോലെ ഈ INCയുടെ ആദ്യ സമ്മേളനത്തെ ആശംസിച്ച വൈസ്രോയിയാണ് ഡഫറിൻ പ്രഭു. കോൺഗ്രസ്സിന് ഒരു ഭരണഘടന വേണമെന്ന് ആദ്യമായി അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ആനന്ദമോഹൻ ബോസ്. 1901 കൽക്കട്ട സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാണ് ദിൻഷാ ഈവാച്ച. ചില സമ്മേളനങ്ങൾ പ്രസക്തമാണ്. അവരുടെ ആ സമ്മേളനത്തിലെ അധ്യക്ഷൻ ആര് എന്നൊക്കെ പഠിക്കണം. 1901 കൽക്കട്ട സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ദിൻഷാ ഈവാച്ച, DE വാച്ച. സ്വദേശി മുദ്രാവാക്യം ഉയർത്തിയ കോൺഗ്രസ് സമ്മേളനമാണ് 1905 സമ്മേളനം. 1905 ബംഗാൾ വിഭജന സമയത്തെ കോൺഗ്രസ് അധ്യക്ഷനാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. 1911 ബംഗാൾ വിഭജനം റദ്ദ് ചെയ്യുമ്പോഴത്തെ കോൺഗ്രസ് അധ്യക്ഷൻ B.N. ദാറാണ്. ബംഗാൾ വിഭജനത്തിനെതിരെ കോൺഗ്രസ് ആരംഭിച്ച പ്രസ്ഥാനങ്ങളാണ് സ്വരാജ്യവും സ്വദേശിയും. ഗാന്ധിജി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനമാണ് 1901 കൽക്കട്ട സമ്മേളനം. നെഹ്റു പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനമാണ് 1912 ബങ്കിപൂർ സമ്മേളനം. ഓക്കെ, കോൺഗ്രസ് സ്വരാജ് എന്ന പേരിൽ പ്രമേയം പാസാക്കിയത് 1906 കൊൽക്കത്ത സമ്മേളനത്തിലാണ്. സ്വരാജ് കോൺഗ്രസിൻ്റെ ലക്ഷ്യമാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം 1906 കൊൽക്കത്ത സമ്മേളനമാണ്. കോൺഗ്രസ് മിതവാദികളെന്നും
തീവ്രവാദികളെന്നും രണ്ടായി പിരിഞ്ഞ സമ്മേളനം 1907 സൂററ്റ് സമ്മേളനമാണ്. ഗവൺമെൻറ്റിനെതിരെ നടത്തുന്ന യോഗങ്ങൾ തടയാനായി സെഡീഷ്യസ് മീറ്റിംഗ് ആക്ട് പാസ്സാക്കിയത് ഈ 1907 1907 സൂററ്റ് സമ്മേളനത്തിന് റാഷ് ബിഹാരി ഘോഷാണ് അധ്യക്ഷത വഹിച്ചത്. നെഹ്റുവും ഗാന്ധിജിയും ആദ്യമായി കണ്ടുമുട്ടിയ കോൺഗ്രസ് സമ്മേളനം ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം 1916 ലക്നൗ സമ്മേളനമാണ്. മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ച സമ്മേളനമാണ് 1916 ലക്നൗ സമ്മേളനം. മിതവാദി ഗ്രൂപ്പിലെ പ്രമുഖ നേതാക്കളുടെ പേരുകൾ പറയാൻ പോവാണ്. ദാദാഭായ് നവറോജി, ഫിറോസ് ഷാ മേത്ത, ബദറുദ്ദീൻ തിയാബ്ജി, WC ബാനർജി, ഗോപാലകൃഷ്ണ ഗോഖലെ. തീവ്രവാദി വിഭാഗത്തിലെ പ്രധാന നേതാക്കൾ തീവ്രവാദി വിഭാഗത്തിലെ ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലക് എന്നിവരാണ്. 1916 ലക്നൗ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് AC മജുംദാറാണ്. ആദ്യത്തെ കോൺഗ്രസ് മുസ്ലിം ലീഗ് സംയുക്ത സമ്മേളനം നടന്നത് 1916 ഈ ഒരു ലക്നൗ സമ്മേളനമാണ്. ഡൽഹി ആദ്യമായി കോൺഗ്രസ് സമ്മേളനത്തിന് വേദിയായത് 1918 നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ച സമ്മേളനം 1920 കൊൽക്കത്തയിൽ നടന്ന സ്പെഷ്യൽ സമ്മേളനമാണ്. ലാലാ ലജ്പത് റായ് കോൺഗ്രസ് പ്രസിഡന്റായ സമ്മേളനമാണ് 1920 കൽക്കട്ട സമ്മേളനം. ഒരു പ്രത്യേക സമ്മേളനമായിരുന്നു അത്. ഗാന്ധിജി അധ്യക്ഷനായ ഏക കോൺഗ്രസ് സമ്മേളനം ഏത് എന്ന് ചോദിച്ചാൽ 1924 ബൽഗാം സമ്മേളനമാണ് ഗാന്ധിജി അധ്യക്ഷനായ ഏക കോൺഗ്രസ് സമ്മേളനം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റ് WC ബാനർജി ആയിരുന്നു. 1885 ബോംബെ. WC ബാനർജി ബോംബെ, ദാദാഭായ് നവറോജി കൽക്കട്ട, ബദറുദ്ദീൻ ത്യാബ്ജി മദ്രാസ്, സർ ജോർജ് യൂൾ അലഹബാദ്, വില്യം വെഡർബേൻ ബോംബെ. അങ്ങനെ ഓരോ സമ്മേളനത്തിൻ്റെ അധ്യക്ഷന്മാർ പഠിക്കണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ അധ്യക്ഷൻ WC ബാനർജി 85 ബോംബെ. ആദ്യ പാഴ്സി മതക്കാരനായ പ്രസിഡന്റ്, INCയുടെ ആദ്യ പാഴ്സി മതക്കാരനായ പ്രസിഡന്റ് ദാദാഭായ് നവറോജി, കൊൽക്കത്ത സമ്മേളനം 1886. INCയുടെ ആദ്യ മുസ്ലിം പ്രസിഡന്റ് ബദറുദ്ദീൻ ത്യാബ്ജിയാണ് 1887 മദ്രാസ് സമ്മേളനം. INCയുടെ ആദ്യ വിദേശി പ്രസിഡന്റ് സർ ജോർജ് യൂളാണ് 1888 അലഹബാദ്. INCയുടെ പ്രസിഡന്റായ രണ്ടാമത്തെ വിദേശിയാണ് വില്യം വെഡർബേൺ 1889 ബോംബെ സമ്മേളനം. 2 പ്രാവശ്യം INCയുടെ പ്രസിഡന്റായ വിദേശിയാണ് വില്യം വെഡർബേൺ 89 1910. INCയുടെ പ്രസിഡന്റായ ആദ്യ ദക്ഷിണേന്ത്യക്കാരനാണ് P. അനന്ത ചാർലു 1891. 2 തവണ INCയുടെ പ്രസിഡന്റായ ആദ്യ വ്യക്തിയാണ് WC ബാനർജി 85 92 1892 1885. INCയുടെ പ്രസിഡന്റായ മൂന്നാമത്തെ വിദേശിയാണ് ആൽഫ്രഡ് വെബ്. INCയുടെ പ്രസിഡന്റായ ആദ്യ മലയാളിയാണ് C. ശങ്കരൻ നായർ. 897 അമരാവതി സമ്മേളനത്തിലാണ് C. ശങ്കരൻ നായർ പ്രസിഡന്റായത്. ഓക്കെ. വന്ദേ മാതരം, ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം 1896 കൽക്കത്ത സമ്മേളനമാണ്. ജനഗണമന, ദേശീയ ഗാനമായ ജനഗണമന ആദ്യമായി ആലപിച്ച INC സമ്മേളനം 1911 കൽക്കത്ത സമ്മേളനമാണ്. വന്ദേ മാതരം ആദ്യമായി ആലപിച്ച കൊൽക്കത്ത സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ റഹമത്തുള്ള സയാനിയാണ്. ജനഗണമന ആദ്യമായി ആലപിച്ച കൽക്കത്ത സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ BN ദാർ ആണെന്നും ഓർക്കുക. ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയ കോൺഗ്രസ് സമ്മേളനമാണ് 1929 ലാഹോർ സമ്മേളനം. 1929 ഡിസംബർ 31. ത്രിവർണ പതാക ആദ്യമായി കോൺഗ്രസ് സമ്മേളനത്തിൽ ഉയർത്തിയത് ജവഹർലാൽ നെഹ്റുവാണ്. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനമാണ് 1929 ലാഹോർ സമ്മേളനം. അടുത്തടുത്ത സമ്മേളനങ്ങളിൽ INC പ്രസിഡന്റായ അച്ഛനും മകനുമാണ് മോത്തിലാൽ നെഹ്റു 1928, ജവഹർലാൽ നെഹ്റു 1929. ഏറ്റവും കൂടിയ പ്രായത്തിൽ കോൺഗ്രസ് പ്രസിഡന്റായ വ്യക്തിയാണ് ദാദാഭായ് നവറോജി. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ കോൺഗ്രസ് പ്രസിഡന്റായ വ്യക്തിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. ഓക്കെ. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നത് JB കൃപലാനിയാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ കോൺഗ്രസ് പ്രസിഡന്റ് പട്ടാഭി സീതാരാമയ്യ.
ഓക്കെ, പ്രധാനപ്പെട്ട കോൺഗ്രസ് സമ്മേളനങ്ങളൊക്കെ നമ്മൾ പഠിക്കണം. 1855 WC ബാനർജിയാണ് അധ്യക്ഷൻ, 86 ദാദാഭായ് നവറോജി, 87 ബദറുദ്ദീൻ ത്യാബ്ജി, 88 സർ ജോർജ് യൂളെ, 89 വില്യം വെഡർബേൺ, അതുപോലെ 24 മഹാത്മാഗാന്ധി ആയിരുന്നു, 29 ജവഹർലാൽ നെഹ്റു ആയിരുന്നു INCയുടെ അധ്യക്ഷൻ, 39 സുഭാഷ് ചന്ദ്രബോസ് അധ്യക്ഷനായത്, ത്രിപുരി സെക്ഷൻ. അതുപോലെ 1948 പട്ടാഭി സീതാരാമയ്യ കോൺഗ്രസ് അധ്യക്ഷനായി, 46 JB കൃപലാനിയൊക്കെ ആയി എന്ന് അറിഞ്ഞിരിക്കുക. സൈമൺ കമ്മീഷനെ തള്ളിക്കളയാൻ ആഹ്വാനം ചെയ്ത കോൺഗ്രസ് സമ്മേളനമാണ് 1927 മദ്രാസ് സമ്മേളനം. മൗലിക അവകാശങ്ങളെപ്പറ്റി ഒരു പ്രമേയം കോൺഗ്രസ് പാസ്സാക്കിയത് 1931 കറാച്ചി സമ്മേളനത്തിൽ വെച്ചാണ്. ബ്രിട്ടീഷ് ഗവൺമെൻറ് നിരോധിച്ച കോൺഗ്രസ് സമ്മേളനങ്ങളാണ് 1932 ന്യൂഡൽഹി സമ്മേളനവും അതുപോലെ 1933 കൽക്കത്ത സമ്മേളനവും. ഗാന്ധിജി കോൺഗ്രസിൽ നിന്നും വിട്ടുപോയ വർഷമാണ് 1934. ഗ്രാമത്തിൽ വെച്ച് നടന്ന ഏക കോൺഗ്രസ് സമ്മേളനമാണ് 1937 ഫൈസ്പൂർ സമ്മേളനം. ആദ്യമായി തെരഞ്ഞെടുപ്പ് നടന്ന സമ്മേളനമാണ് 1939 ത്രിപുരി സമ്മേളനം. 52ാമത്തെ സമ്മേളനമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റാണ് 1939 ത്രിപുരി സെഷനിൽ വിജയിച്ച സുഭാഷ് ചന്ദ്രബോസ്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം അധ്യക്ഷ പദം വഹിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദാണ്, 40 മുതൽ 46 വരെ. സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും കൂടുതൽ കാലം കോൺഗ്രസ് പ്രസിഡന്റായത് സോണിയാഗാന്ധിയാണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ കോൺഗ്രസ് സമ്മേളനത്തിന് വേദിയായത് കൊൽക്കത്തയാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും കൂടുതൽ കോൺഗ്രസ് സമ്മേളനത്തിന് വേദിയായത് ന്യൂഡൽഹിയാണ്. INCയുടെ വനിതാ സാരഥികൾ. INCയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ആനി ബസന്റാണ്. 1917 കൊൽക്കത്തയിലാണ് ആനി ബസന്റ് പ്രസിഡന്റായത്. INCയുടെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത 1925 കാൺപൂർ സമ്മേളനത്തിൽ പ്രസിഡന്റായ സരോജിനി നായിഡുവാണ്. INCയുടെ പ്രസിഡന്റായ മൂന്നാമത്തെ വനിതയാണ് നെല്ലി സെൻ ഗുപ്ത, 1933 കൊൽക്കത്ത. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വനിതാ INC പ്രസിഡന്റാണ് ഇന്ദിരാഗാന്ധി, 1959 ന്യൂഡൽഹി. സ്വാതന്ത്ര്യാനന്തരം കൂടുതൽ കാലം തുടർച്ചയായി കോൺഗ്രസ് പ്രസിഡന്റായ വനിതയാണ് സോണിയാഗാന്ധി. 1998 മുതൽ ആണ് കുറേ കാലം സോണിയാഗാന്ധി പ്രസിഡന്റായിരുന്നു. 1939 കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ നേതാജി പരാജയപ്പെടുത്തിയത്, സുഭാഷ് ചന്ദ്രബോസ് പരാജയപ്പെടുത്തിയത് പട്ടാഭി സീതാരാമയ്യയായിരുന്നു. ഗാന്ധിജിയുടെ പ്രതിനിധിയാണ് സുഭാഷ് ചന്ദ്രബോസ് പരാജയപ്പെടുത്തിയത്. അതൊക്കെ അന്നത്തെ വലിയ കാര്യങ്ങളായിരുന്നു. 1939 നേതാജി സുഭാഷ് ചന്ദ്രബോസ് രാജിവെച്ചതിനെ തുടർന്ന് INC പ്രസിഡന്റായത് രാജേന്ദ്ര പ്രസാദാണ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ INC പ്രസിഡന്റ് മൗലാന അബ്ദുൽ കലാം ആസാദാണ്. ക്യാബിനറ്റ് മിഷനുമായി ചർച്ച നടത്തിയ കോൺഗ്രസ് പ്രസിഡന്റാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. സോണിയാഗാന്ധിയുടെ യഥാർത്ഥ പേര് എഡ്വിൻ ആന്റോണിയ ആൽബീന മെയ്നോ എന്നാണ്. തുടർച്ചയായി 2 സമ്മേളനങ്ങൾ അധ്യക്ഷനായ ആദ്യ പ്രസിഡന്റ് റാഷ് ബിഹാരി ഘോഷാണ്. കോൺഗ്രസിൻ്റെ ശതാബ്ദി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് 85 രാജീവ് ഗാന്ധിയായിരുന്നു. 1948 ജയ്പൂർ സമ്മേളനത്തിൽ കോൺഗ്രസ് അധ്യക്ഷനായിരുന്നത് പട്ടാഭി സീതാരാമയ്യ. കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് പട്ടാഭി സീതാരാമയ്യയാണ്. പട്ടാഭി സീതാരാമയ്യയുടെ പ്രധാന കൃതിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചരിത്രം. സോഷ്യലിസം കോൺഗ്രസിൻ്റെ ലക്ഷ്യമായി പ്രഖ്യാപിച്ചത് 55 ആവടി സമ്മേളനത്തിലാണ്. ആവടി സമ്മേളനത്തിലെ കോൺഗ്രസ് അധ്യക്ഷൻ UN ദേബാറാണ്. കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ ദളിത് വംശജനാണ് N സഞ്ജീവയ്യ. ഓക്കെ, ഇനി 20ാം നൂറ്റാണ്ടിൽ ഉള്ള ഇന്ത്യയിലെ കാര്യങ്ങളും പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യ സമരവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ബംഗാൾ വിഭജനം. 1905 ജൂലൈ 20 ബംഗാളിനെ വിഭജിച്ചത്. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നയത്തിൻ്റെ ഉദാഹരണമാണ് ഈ ബംഗാൾ വിഭജനം. ബംഗാൾ വിഭജനം നടത്തിയത് കേഴ്സൺ പ്രഭുവാണ്. ബംഗാൾ വിഭജന സമയത്തെ കോൺഗ്രസ് INC പ്രസിഡന്റായിരുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയായിരുന്നു. ബംഗാൾ വിഭജനം നിലവിൽ വന്നത് 1905 ഒക്ടോബർ 16 ഈ ഒക്ടോബർ 16 ബംഗാൾ മുഴുവൻ വിലാപ ദിനമായി ആചരിച്ചത്. ബംഗാൾ വിഭജനം നടന്നത് 1905 ഒക്ടോബർ 16. ബംഗാളിൽ ഐക്യം നിലനിർത്തുന്നതിനായി ഒക്ടോബർ 16 രാഖി ബന്ധൻ ദിനമായി ആചരിക്കാൻ ജനങ്ങളോട് നിർദ്ദേശിച്ച വ്യക്തി രവീന്ദ്രനാഥ
ടാഗോറാണ്. ബംഗാൾ വിഭജനത്തെ തുടർന്ന് രൂപം കൊണ്ട പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് വിദേശ വസ്തുക്കളെ ബഹിഷ്കരിക്കുക, സ്വദേശ വസ്തുക്കളെ പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ഫലമായി ബംഗാൾ കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് സ്ഥാപിച്ചത് PC റോയിയാണ്. ബംഗാൾ വിഭജനം റദ്ദാക്കിയ വർഷമാണ് 1911. ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയി ഹർഡിഞ്ച് പ്രഭു രണ്ടാമനാണ്. ബംഗാൾ വിഭജനം പിൻവലിക്കാൻ കാരണമായ പ്രസ്ഥാനം ഏത് എന്ന് ചോദിച്ചാലും ഉത്തരം സ്വദേശി പ്രസ്ഥാനമാണ്. കുറച്ച് പത്രങ്ങളും അവയുടെ സ്ഥാപകരുടെ പേരുകളും പറയാൻ പോവാണ്, ശ്രദ്ധിക്കുക. സമ്പാദ് കൗമുദി, അതുപോലെ മിറാത്ത് ഉൾ അക്ബർ എന്നീ പത്രങ്ങൾ രാജാറാം മോഹൻ റോയുടെയാണ്. സമ്പാദ് കൗമുദി, മിറാത്ത് ഉൽ അക്ബർ. പ്രബുദ്ധ ഭാരതം, അതുപോലെ ഉദ്ബോധനം രണ്ടും സ്വാമി വിവേകാനന്ദൻ്റെ പത്രങ്ങളാണ്. യങ് ഇന്ത്യ, ഹരിജൻ, ഇന്ത്യൻ ഒപ്പീനിയൻ, നവജീവൻ ഈ 4 മഹാത്മാഗാന്ധിയുടെ പത്രങ്ങളാണ്. കേസരി എന്ന പത്രവും മറാത്ത എന്ന പത്രവും ബാലഗംഗാധര തിലകിൻ്റെ പത്രമാണ്. ബഹിഷ്കൃത ഭാരത്, അതുപോലെ മൂക് നായക് എന്നീ പത്രങ്ങൾ ഡോക്ടർ BR അംബേദ്കറിൻ്റെയാണ്. ന്യൂ ഇന്ത്യ, കോമൺവീൽ എന്നീ പത്രങ്ങൾ ആനി ബസന്റിൻ്റെയാണ്. കോമറേഡ് എന്നത് മൗലാന അഹമ്മദ് അലിയുടെ പ്രസിദ്ധീകരണമാണ്. ഹിന്ദു എന്നത് GS അയ്യർ, വീരരാഘവാചാരി, സുബ്ബറാവു പണ്ഡിറ്റ് എന്നിവരുടെ പ്രസിദ്ധീകരണമാണ്. ബംഗാൾ ഗസറ്റ് എന്നത് ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയുടെ പത്രമാണ്. ബോംബെ ക്രോണിക്കിൾ എന്നത് ഫിറോസ് ഷാ മേത്തയുടെ പത്രമാണ്. കർമ്മയോഗി എന്നത് അരബിന്ദോ ഘോഷിൻ്റെ പത്രമാണ്. ലീഡർ എന്നത് മദൻ മോഹൻ മാളവ്യയുടെ പ്രസിദ്ധീകരണമാണ്. ദ ഹിന്ദുസ്ഥാൻ ടൈംസ് എന്നത് KM പണിക്കരുടെയാണ്. ഹിന്ദുസ്ഥാൻ ടൈംസ് KM പണിക്കർ. യുഗാന്തർ എന്നത് ബരീന്ദ്ര കുമാർ ഘോഷിൻ്റെയും ഭൂപേന്ദ്ര ദത്തയുടെയുമാണ്. യുഗാന്തർ. നാഷണൽ ഹെറാൾഡ് നെഹ്റുവിൻ്റെ പത്രമാണ്. നേഷൻ എന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയുടെ പത്രമാണ്. ബംഗാളി, അതുപോലെ ഹിന്ദു പാട്രിയറ്റ് എന്നീ പത്രങ്ങൾ ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെയാണ്. വന്ദേ മാതരം മാഡം ബിക്കാച്ചി കാമയുടെയാണ്. സ്വദേശി മിത്രം തമിഴ് പത്രം G സുബ്രഹ്മണ്യ അയ്യരുടെയാണ്. അതുപോലെ ധ്യാനപ്രകാശ് എന്ന പത്രം ഗോപാൽ ഹരി ദേശ്മുഖിൻ്റെയാണ്. അൽ ഹിലാൽ എന്ന പത്രം മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെയാണ്. ബംഗാദർശൻ ബങ്കിം ചന്ദ്ര ചാറ്റർജി. നാഷണൽ പേപ്പർ ഇന്ത്യൻ മിറർ എന്നിവ ദേവേന്ദ്രനാഥ ടാഗോറിൻ്റെയാണ്. ഓക്കെ, നെക്സ്റ്റ് മുസ്ലിം ലീഗ്. 1906 ഡിസംബർ 30 മുസ്ലിം ലീഗ് രൂപീകൃതമായത്. മുസ്ലിം ലീഗിൻ്റെ രൂപീകരണത്തിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തികളാണ് ആഗാ ഖാനും നവാബ് സലീമുള്ളയും. മുസ്ലിം ലീഗിൻ്റെ ആദ്യ പ്രസിഡന്റാണ് ഈ ആഗാ ഖാൻ. മുസ്ലിം ലീഗിൻ്റെ രൂപീകരണത്തിന് വേദിയായ നഗരമാണ് ധാക്ക. ഉറുദു ഭാഷയിൽ പാകിസ്ഥാൻ എന്ന പദത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ശുദ്ധമായ നാട് എന്നാണ്. പാകിസ്ഥാൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ചൗധരി റഹ്മത്ത് അലിയാണ്. പാകിസ്ഥാൻ എന്നതിൻ്റെ പൂർണ്ണരൂപം P4 പഞ്ചാബ്, A4 അഫ്ഗാനിസ്ഥാൻ, K4 കാശ്മീർ, S4 സിന്ധ്, താൻ4 ബലൂചിസ്ഥാൻ ഇവയാണ് പാകിസ്ഥാൻ്റെ പൂർണ്ണരൂപം. കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ 1916 ഒപ്പുവെച്ച ഉടമ്പടിയാണ് ലക്നൗ പാക്ട്. 1929 14 തത്വങ്ങൾ പ്രഖ്യാപിച്ച നേതാവാണ് മുഹമ്മദ് അലി ജിന്ന. പ്രത്യേക രാഷ്ട്രവാദം ഉന്നയിച്ച മുസ്ലിം ലീഗ് സമ്മേളനമാണ് 1930 അലഹബാദ് സമ്മേളനം. പ്രത്യേക മുസ്ലിം രാഷ്ട്രവാദം ആദ്യമായി നടത്തിയ വ്യക്തി മുഹമ്മദ് ഇക്ബാലാണ്. സാരേ ജഹാൻ സെ അച്ഛ എന്ന ദേശഭക്തി ഗാനം രചിച്ചതും മുഹമ്മദ് ഇക്ബാലാണ്. പാകിസ്ഥാൻ വാദത്തിൻ്റെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്നത് ഈ മുഹമ്മദ് ഇക്ബാലാണ്. മുസ്ലിം ലീഗ് ഡയറക്റ്റ് ആക്ഷൻ ഡേ ആയി ആചരിച്ചത് 1946 ഓഗസ്റ്റ് 16. ഡയറക്റ്റ് ആക്ഷൻ ദിനത്തിൻ്റെ മുദ്രാവാക്യം വി വിൽ ഫൈറ്റ് ആൻഡ് ഗെറ്റ് പാകിസ്ഥാൻ എന്നതാണ്. 2 നേഷൻ തിയറി അഥവാ ദ്വിരാഷ്ട്രവാദം അവതരിപ്പിച്ച മുസ്ലിം ലീഗ് നേതാവാണ് മുഹമ്മദ് അലി ജിന്ന. ലാഹോർ സമ്മേളനത്തിൽ 1940 മുഹമ്മദ് അലി ജിന്ന 2 നേഷൻ തിയറി അല്ലെങ്കിൽ ദ്വിരാഷ്ട്രവാദം അവതരിപ്പിച്ചത്. പാകിസ്ഥാൻ സ്വതന്ത്രമായത് 1947 ഓഗസ്റ്റ് 14. പാകിസ്ഥാൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മുഹമ്മദ് അലി ജിന്ന.
പാകിസ്ഥാൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് മുഹമ്മദ് ഇക്ബാൽ. പാകിസ്ഥാൻ്റെ ആദ്യ ഗവർണർ ജനറൽ മുഹമ്മദ് അലി ജിന്നയാണ്. പാകിസ്ഥാൻ്റെ തത്വചിന്തകൻ സയ്യിദ് അഹമ്മദ് ഖാൻ. പാകിസ്ഥാൻ്റെ ആദ്യ പ്രധാനമന്ത്രി ലിയാഖത്ത് അലി ഖാനാണ്. പാകിസ്ഥാൻ്റെ ആദ്യ പ്രസിഡന്റ് ഇസ്കന്ദർ മിർസയാണ്. ഓക്കെ. സൂററ്റ് സ്പ്ലിറ്റ്. കോൺഗ്രസിലെ മിതവാദികളും തീവ്രവാദികളും രണ്ടായി പിളർന്ന കോൺഗ്രസ് സമ്മേളനമാണ് സൂററ്റ് സമ്മേളനം. സൂററ്റ് പിളർപ്പ് എന്നാണ് ഇതിന് പറയുന്നത്. സൂററ്റ് പിളർപ്പ് നടന്ന വർഷം 1907 സൂററ്റ് വിഭജനം നടക്കുമ്പോൾ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് റാഷ് ബിഹാരി ഘോഷാണ്. കോൺഗ്രസ് ചരിത്രത്തിലെ ഖേദകരമായ സംഭവം എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത് ഈ സൂററ്റ് പിളർപ്പിനെയാണ്. കോൺഗ്രസിലെ മിതവാദി വിഭാഗത്തിന് നേതൃത്വം നൽകിയത് ഗോപാലകൃഷ്ണ ഗോഖലെയായിരുന്നു. കോൺഗ്രസിലെ തീവ്രവാദി വിഭാഗത്തിന് നേതൃത്വം നൽകിയത് ബാലഗംഗാധര തിലകാണ്. തീവ്രവാദി വിഭാഗത്തിൻ്റെ ആവശ്യങ്ങളായ സ്വരാജ്യം, വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കൽ എന്നിവ മിതവാദികൾ അംഗീകരിച്ചില്ല. ഇത് പിളർപ്പിലേക്ക് വഴിവെച്ചു. മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ച കോൺഗ്രസ് സമ്മേളനമാണ് 1916 ലക്നൗ സമ്മേളനം. മിൻറ്റോ മോർലി ഭരണപരിഷ്കാരം 1909. ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന മിൻറ്റോ പ്രഭുവിൻ്റെയും സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന മോർലി പ്രഭുവിൻ്റെയും നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭരണമാറ്റങ്ങളാണ് മിൻറ്റോ മോർലി റിഫോംസ് അഥവാ മിൻറ്റോ മോർലി ഭരണപരിഷ്കാരങ്ങൾ. മുസ്ലിം വിഭാഗങ്ങൾക്ക് പ്രത്യേക മണ്ഡലങ്ങൾ അനുവദിച്ച ഭരണപരിഷ്കാരമാണ് മിൻറ്റോ മോർലി ഭരണപരിഷ്കാരം. ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1909 എന്നറിയപ്പെടുന്നത് ഈ മിൻറ്റോ മോർലി ഭരണപരിഷ്കാരമാണ്. ഈ ഭരണപരിഷ്കാര പ്രകാരം വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് ഒരു ഇന്ത്യക്കാരനെയും സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് കൗൺസിലിലേക്ക് 2 ഇന്ത്യക്കാരനെയും നിയമിച്ചു. നെക്സ്റ്റ്, ഹോം റൂൾ പ്രസ്ഥാനം. ഹോം റൂൾ എന്ന പദം ഇന്ത്യക്കാർ സ്വീകരിച്ചത് അയർലാൻഡിലെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ നിന്നാണ്. ഹോം റൂൾ എന്ന വാക്കിനർത്ഥം സ്വയം ഭരണം എന്നാണ്. ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക നേതാക്കളാണ് ബാലഗംഗാധര തിലകനും ആനി ബസന്റും. ആനി ബസന്റ് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച സ്ഥലം മദ്രാസിനടുത്തുള്ള അടയാറിലാണ്. 1916 ഏപ്രിലിൽ പൂനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ബാലഗംഗാധര തിലകാണ്. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് മുദ്രാവാക്യം മുഴക്കിയതും ബാലഗംഗാധര തിലകാണ്. ബ്രിട്ടീഷ് ഗവൺമെൻറ് ആനി ബസന്റിനെ തടവിലാക്കിയത് 1917 ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക നേതാക്കളാണ് ഈ ആനി ബസന്റും ബാലഗംഗാധര തിലകും. ഹോം റൂൾ പ്രസ്ഥാനം നിർത്തിവെക്കാൻ കാരണം ഇന്ത്യയിൽ ഉത്തരവാദിത്ത ഭരണം സ്ഥാപിക്കുമെന്ന ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപനമാണ്. കോൺഗ്രസിലെ മിതവാദികളും തീവ്രവാദികളും യോജിച്ച സമ്മേളനമാണ് 1916 ലക്നൗ സമ്മേളനം. ലീഗും കോൺഗ്രസും അവയുടെ പ്രത്യേക സമ്മേളനങ്ങളിൽ പ്രത്യേക നിയോജക മണ്ഡലങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള രാഷ്ട്രീയ പരിഷ്കരണങ്ങൾക്ക് വേണ്ടി യോജിച്ച പദ്ധതി മുന്നോട്ട് വെച്ച സമ്മേളനമാണ് ലക്നൗ സമ്മേളനം. ലക്നൗ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ AC മജുംദാറാണ്. ചമ്പാരൻ സത്യാഗ്രഹം 1917 ചമ്പാരൻ സത്യാഗ്രഹം നടന്നത്. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമാണ് 1917 ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സ്ഥിതി ചെയ്യുന്നത് ബീഹാറിലാണ്. നീലം തോട്ടങ്ങളിൽ ജോലി ചെയ്തിരുന്ന കർഷകരെ പാശ്ചാത്യന്മാർ ചൂഷണം ചെയ്യുന്നതിനെതിരെ നടന്ന ഒരു പ്രക്ഷോഭമായിരുന്നു ഈ ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജിയെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സജീവമാക്കാൻ കാരണമായ സത്യാഗ്രഹമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹത്തിലെ പ്രാദേശിക നേതാവാണ് രാജ്കുമാർ ശുക്ല. അടുത്തത് അഹമ്മദാബാദ് മിൽ സമരം 1918. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരമാണ് അഹമ്മദാബാദ് മിൽ സമരം. അഹമ്മദാബാദ് മില്ലുടമകളും തൊഴിലാളികളും തമ്മിൽ നടന്ന സമരമായിരുന്നു ഈ അഹമ്മദാബാദ് മിൽ സമരം. തൊഴിലാളികളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഗാന്ധിജി സമരമുഖത്തേക്ക് കാൽവെച്ചു. 35% വേതന വർധനവ് ആവശ്യപ്പെട്ട് ഗാന്ധിജി മരണം വരെ നിരാഹാര സമരം ആരംഭിച്ചു. ഈ അഹമ്മദാബാദ് മില്ലിൽ സമരം തുടങ്ങി 4-ാം ദിനം മില്ലുടമകൾ ആവശ്യം അംഗീകരിക്കുകയും ഗാന്ധിജി നിരാഹാര സമരം അവസാനിപ്പിക്കുകയും ചെയ്തു. അഹമ്മദാബാദ് മിൽ സമരം 1918. ഖേദ സത്യാഗ്രഹം 1918.
ഗുജറാത്തിലെ ഖേദ ജില്ലയിൽ കർഷകർ നടത്തിയ പ്രക്ഷോഭമാണ് ഖേദ അജിറ്റേഷൻ അഥവാ ഖേദ സത്യാഗ്രഹം. ഗുജറാത്തിലെ വരൾച്ചയെ തുടർന്ന് കർഷകർ സർക്കാരിനോട് നികുതി ഇളവ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ നികുതി ഇളവ് നൽകിയില്ലെന്ന് മാത്രമല്ല, ഗവൺമെൻറ് ബ്രിട്ടീഷുകാർ നികുതി അടയ്ക്കാത്തവരുടെ വസ്തുക്കൾ ബ്രിട്ടീഷ് ഗവൺമെൻറ് പിടിച്ചെടുക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് ഗാന്ധിജിയുടെയും സർദാർ വല്ലഭായ് പട്ടേലിൻ്റെയും നേതൃത്വത്തിൽ നികുതി നിഷേധ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു. ഇതിൻ്റെ ഫലമായി ബ്രിട്ടീഷ് ഗവൺമെൻറ് 2 വർഷത്തേക്കുള്ള നികുതി വേണ്ടെന്ന് വെക്കുകയും പിടിച്ചെടുത്ത വസ്തുക്കൾ കർഷകർക്ക് തിരികെ നൽകുകയും ചെയ്തു. ഇതിനെ തുടർന്ന് ഗാന്ധിജി സത്യാഗ്രഹം അവസാനിപ്പിച്ചു. ഇതാണ് ഈ ഖേദ അജിറ്റേഷൻ, 1918 ഖേദ സത്യാഗ്രഹം. അടുത്തത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല 1919. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന സ്ഥലം പഞ്ചാബിലെ അമൃത്സറാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമമാണ് റൗലറ്റ് നിയമം അഥവാ റൗലറ്റ് ആക്ട്. ഏതു നേതാക്കളുടെ അറസ്റ്റിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയാണ് ജാലിയൻ വാലാബാഗിൽ യോഗം ചേർന്നത് എന്ന് ചോദിച്ചാൽ ഡോക്ടർ സത്യപാലും ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചിലുവുമാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഓഫീസറാണ് റെജിനാൾഡ് ഡയർ, ജനറൽ റെജിനാൾഡ് ഡയർ. ജാലിയൻ വാലാബാഗിൽ സമരക്കാർക്കെതിരെ വെടിവെക്കാൻ അനുമതി നൽകിയ പഞ്ചാബ് ഗവർണറാണ് മൈക്കിൾ ഒ ഡയർ. മൈക്കിൾ ഒ ഡയറിനെ വധിച്ച ദേശാഭിമാനിയാണ് ഉദ്ധം സിംഗ്. ജനറൽ ഡയർ തൻ്റെ ജോലി രാജിവെച്ചത് 1920 മാർച്ച് 27 ഉദ്ധം സിംഗിനെ തൂക്കിലേറ്റിയ വർഷമാണ് 1940 ജൂലൈ 31. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ. പ്ലാസി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ടു, അമൃത്സർ അത് ഇളക്കിയിരിക്കുന്നു. ജാലിയൻ വാലാബാഗിനെ കുറിച്ചുള്ള ഈ വാക്കുകൾ ഗാന്ധിജിയുടെയാണ് എന്ന് ഓർക്കുക. ഇവരുടെ പ്രതിഷേധം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി തിരിച്ചു നൽകിയ ദേശീയ നേതാവാണ് രവീന്ദ്രനാഥ ടാഗോർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസർ ഇ ഹിന്ദ് ബഹുമതി തിരിച്ചു നൽകിയത് ഗാന്ധിജിയും സരോജിനി നായിഡുവുമാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ച നേതാവാണ് സി ശങ്കരൻ നായർ. ഖിലാഫത്ത് പ്രസ്ഥാനം ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവായ തുർക്കിയിലെ സുൽത്താനെ, അതായത് ഖലീഫയെ 1-ാം ലോക മഹായുദ്ധത്തിന് ശേഷം ബ്രിട്ടൻ അപമാനിച്ചതിൽ പ്രതിഷേധിച്ച് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ രൂപം നൽകിയ സംഘടനയാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. അഖിലേന്ത്യാ ഖിലാഫത്ത് കോൺഗ്രസ് നടന്നത് 1919 സെപ്റ്റംബർ 21. അഖിലേന്ത്യാ ഖിലാഫത്ത് ദിനമായി ആചരിക്കാൻ ഖിലാഫത്ത് കോൺഫറൻസ് തീരുമാനിച്ചത് 1919 ഒക്ടോബർ 17. ഖിലാഫത്ത് പ്രസ്ഥാനം രൂപം കൊണ്ട വർഷം ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം 1920. ഇതിൻ്റെ സ്ഥാപകർ, ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകർ മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും മൗലാന അബ്ദുൽ കലാം ആസാദുമാണ്. ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിരുന്നത് മഹാത്മാഗാന്ധിയായിരുന്നു. മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം 1919. ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന ചെംസ്ഫോർഡ് പ്രഭുവിൻ്റെയും സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന മൊണ്ടേഗു പ്രഭുവിൻ്റെയും നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭരണമാറ്റങ്ങളാണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരങ്ങളെന്ന് അറിയപ്പെടുന്നത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919 എന്നറിയപ്പെടുന്നത് ഈ മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് ആണ്. പ്രവിശ്യകളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയ ഭരണപരിഷ്കാരമായിരുന്നു മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം. ഇന്ത്യയിൽ ദ്വിമണ്ഡല സമ്പ്രദായം ആദ്യമായി നിർദ്ദേശിച്ചത് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരമാണ്. ഈ ഭരണപരിഷ്കാരം പ്രകാരം വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലെ ഇന്ത്യക്കാരുടെ എണ്ണം 3 ഉയർത്തി. അടുത്തത് നിസ്സഹകരണ പ്രസ്ഥാനം. നിസ്സഹകരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ദേശീയ നേതാവ് മഹാത്മാഗാന്ധിയായിരുന്നു. നിസ്സഹകരണ പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം 1920 കൽക്കട്ട സ്പെഷ്യൽ സെഷനായിരുന്നു. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ യൂണിഫോം ഖാദിയായി തീർന്നത് 1921. നിസ്സഹകരണ പ്രസ്ഥാനത്തെ സഹായിക്കാനായി തിലക് രൂപീകരിച്ച ഫണ്ടാണ് സ്വരാജ് ഫണ്ട്. നിസ്സഹകരണ പ്രസ്ഥാനത്തെ തുടർന്ന് തങ്ങളുടെ പ്രാക്ടീസ് ഉപേക്ഷിച്ച പ്രഗത്ഭരായ അഭിഭാഷകരാണ് ചിത്തരഞ്ജൻ ദാസും മോത്തിലാൽ നെഹ്റുവും രാജേന്ദ്ര പ്രസാദും. നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി രൂപം കൊണ്ട സ്വദേശി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ജാമിയ മിലിയ ഇസ്ലാമിയ സർവകലാശാല, കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, ബീഹാർ വിദ്യാപീഠം. ഓക്കെ,
ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സമരം ഏതെന്ന് ചോദിച്ചാൽ 1917 ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരം ഏതെന്ന് ചോദിച്ചാൽ 1918 അഹമ്മദാബാദ് മിൽ സമരം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ബഹുജന പ്രക്ഷോഭം ഏതെന്ന് ചോദിച്ചാൽ നിസ്സഹകരണ പ്രസ്ഥാനമാണ്. ഈ പറഞ്ഞ നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായ സംഭവം ഏതെന്ന് ചോദിച്ചാൽ ചൗരി ചൗര സംഭവമാണ്. 1922 ഫെബ്രുവരി 5 ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ജില്ലയിലുള്ള ചൗരി ചൗര ഗ്രാമത്തിൽ നടന്ന കോൺഗ്രസ് ജാഥയ്ക്ക് നേരെ പോലീസ് വെടിവെച്ചു. തുടർന്ന് ക്ഷുഭിതരായ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും അതുപോലെ 22ഓളം പോലീസുകാരെ അഗ്നിക്കിരയാക്കുകയും ചെയ്തു. ഹിംസാത്മകമായ ഈ ഒരു സംഭവം ഗാന്ധിജിയെ ഒരുപാട് വേദനിപ്പിക്കുകയും അതുപോലെ തന്നെ നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമാവുകയും ചെയ്തു. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായ സംഭവം ചൗരി ചൗര സംഭവമാണെന്ന് ഓർത്തിരിക്കുക. 1923 സ്വരാജ് പാർട്ടി. നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പെട്ടെന്നുള്ള പിൻവാങ്ങലിനെ തുടർന്ന് കോൺഗ്രസ്സിലുണ്ടായ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ ഫലമായി കോൺഗ്രസ്സിൽ നിന്നും വിട്ടുപോയ നേതാക്കൾ ആരംഭിച്ച പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. CR ദാസും മോത്തിലാൽ നെഹ്റുവുമാണ് ഈ സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ നേതൃത്വം നൽകിയ പ്രധാന നേതാക്കൾ. സ്വരാജ് പാർട്ടി രൂപീകൃതമായത് 1921 ജനുവരി 1 സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ തീരുമാനമെടുത്ത സമ്മേളനം 1922 ഗയാ സമ്മേളനമാണ്. സ്വരാജ് പാർട്ടിയുടെ ആദ്യ സമ്മേളനം നടന്ന സ്ഥലം അലഹബാദാണ്. സ്വരാജ് പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റ് CR ദാസ്, ആദ്യ സെക്രട്ടറി മോത്തിലാൽ നെഹ്റു. സ്വരാജ് പാർട്ടിയിലെ പ്രമുഖ നേതാക്കളാണ് CR ദാസ്, മോത്തിലാൽ നെഹ്റു, വിത്തൽഭായ് പട്ടേൽ, ഹക്കീം അജ്മൽ ഖാൻ, മദൻ മോഹൻ മാളവ്യ. പ്രവിശ്യകളിലെ ദ്വിഭരണത്തെക്കുറിച്ച് പഠിക്കാൻ നിയമിതമായ കമ്മിറ്റിയാണ് മുതിമാൻ കമ്മിറ്റി. മുതിമാൻ കമ്മിറ്റിയുടെ രൂപീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച പാർട്ടി ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം സ്വരാജ് പാർട്ടിയാണ്. അടുത്തത് 1927 സൈമൺ കമ്മീഷൻ. ഇന്ത്യയിലെ പുതിയ ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷനാണ് സൈമൺ കമ്മീഷൻ. സൈമൺ കമ്മീഷൻ രൂപീകൃതമായ വർഷം 1927. 1928 ഫെബ്രുവരി 3 സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്നത്. സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ഇർവിൻ പ്രഭുവായിരുന്നു. സൈമൺ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം 7. അതുപോലെ സൈമൺ കമ്മീഷനിലെ ചെയർമാൻ ജോൺ സൈമൺ ആയിരുന്നു. സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാനുള്ള പ്രധാന കാരണം ഇതിൽ ഒരു ഇന്ത്യക്കാരൻ പോലും ഇല്ലാതിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. സൈമൺ കമ്മീഷനെതിരെ ഇന്ത്യയിൽ ഉയർന്ന മുദ്രാവാക്യമാണ് സൈമൺ ഗോ ബാക്ക്. സൈമൺ കമ്മീഷനെതിരെ ലാഹോറിൽ നടന്ന പ്രതിഷേധത്തെ തുടർന്ന് പോലീസിൻ്റെ അടിയേറ്റു മരിച്ച നേതാവാണ് ലാലാ ലജ്പത് റായ്. ലാലാ ലജ്പത് റായിയുടെ മരണത്തിന് കാരണക്കാരനായ ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥനാണ് സാൻഡേഴ്സൺ. സാൻഡേഴ്സനെ വധിച്ച ദേശാഭിമാനിയാണ് ഭഗത് സിംഗ്. ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റായിരുന്നു ലാലാ ലജ്പത് റായ്. സൈമൺ കമ്മീഷൻ തിരിച്ചുപോയ വർഷം 1929 29 മാർച്ച് 3 സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് 1930. ബർദോളി സത്യാഗ്രഹം 1928. ഭൂനികുതി വർധനവിനെതിരെ ഗുജറാത്തിലെ കർഷകർ നടത്തിയ സമരമാണ് ബർദോളി സമരം. സർദാർ വല്ലഭായ് പട്ടേലാണ് ബർദോളി സമരത്തിന് നേതൃത്വം നൽകിയത്. ബർദോളി സത്യാഗ്രഹത്തെ തുടർന്ന് വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന സ്ഥാനപ്പേര് നൽകിയത് മഹാത്മാഗാന്ധിയാണ്. നെഹ്റു റിപ്പോർട്ട് 1928. നെഹ്റു റിപ്പോർട്ടിൻ്റെ അധ്യക്ഷൻ മോത്തിലാൽ നെഹ്റു ആയിരുന്നു. നെഹ്റു റിപ്പോർട്ട് പാസ്സാക്കാൻ കഴിയാത്തതിന് കാരണം വർഗീയവാദികളുടെ എതിർപ്പാണ്. ഇന്ത്യക്ക് ഡൊമീനിയൻ പദവി നൽകണമെന്ന് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ട സമ്മേളനമാണ് 28 കൊൽക്കത്ത സമ്മേളനം. നെഹ്റു റിപ്പോർട്ട് സമർപ്പിച്ചത് 1928 ഓഗസ്റ്റ് 10. നെഹ്റു റിപ്പോർട്ടിനെ എതിർത്തുകൊണ്ട് 1929 14 തത്വങ്ങൾ രൂപം നൽകിയത് മുഹമ്മദ് അലി ജിന്നയായിരുന്നു. അടുത്തത് 29 പൂർണ്ണ സ്വരാജ്. കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ഏതെന്ന് ചോദിച്ചാൽ 1929 ലാഹോർ സമ്മേളനം. ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിലെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ലാഹോർ സ്വതന്ത്ര പ്രഖ്യാപനത്തെ തുടർന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയത് 1929 ഡിസംബർ 31. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനത്തെ തുടർന്ന് ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിച്ചത് 1930 ജനുവരി 26.
ഈ ദിവസത്തിൻ്റെ ഓർമ്മയ്ക്കായാണ് ജനുവരി 26 ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനമായി തിരഞ്ഞെടുത്തത്. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനത്തെ തുടർന്ന് ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ ദിനമായി ആചരിച്ചത് 1930 ജനുവരി 26. സിവിൽ നിയമലംഘന പ്രസ്ഥാനം 1930. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി നയിച്ച രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭമാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം. സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനമാണ് 1929 ലാഹോർ സമ്മേളനം. സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി നടത്തിയ സമരമാണ് ഉപ്പ് സത്യാഗ്രഹം 1930. ഉപ്പ് സത്യാഗ്രഹ യാത്ര ആരംഭിച്ചത് 1930 മാർച്ച് 12-നാണ്. സബർമതി ആശ്രമത്തിൽ നിന്നാണ് ഗാന്ധിജി ദണ്ഡി കടപ്പുറത്തേക്ക് യാത്ര ആരംഭിച്ചത്. ദണ്ഡി യാത്രയിൽ ഗാന്ധിജി അനുഗമിച്ച അനുയായികളുടെ എണ്ണം 78 ഗാന്ധിജി ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്ന ദിവസം 1930 ഏപ്രിൽ 6. ദണ്ഡി മാർച്ചിൽ ഗാന്ധിജിയും അനുയായികളും ആലപിച്ച ഗാനമാണ് രഘുപതി രാഘവ രാജാറാം. ഗാന്ധിജിയുടെ അറസ്റ്റിന് ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് അബ്ബാസ് തിയാബ്ജി. ഇന്ത്യയിലെ കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് റാണി ഗേഡിൻലിയു ആണ്. നാഗന്മാരുടെ റാണി എന്നറിയപ്പെടുന്ന റാണി ഗേഡിൻലിയു. വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യകളിൽ നിയമലംഘന പ്രസ്ഥാനം ശക്തി പ്രാപിച്ചത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാനിൻ്റെ നേതൃത്വത്തിലാണ്. ഖുദായി ഖിദ്മത്ത് ഖാർ ദൈവസേവകരുടെ സംഘം എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാനാണ്. ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയെ ശ്രീരാമൻ്റെ ലങ്കയിലേക്കുള്ള യാത്ര എന്ന് വിശേഷിപ്പിച്ചത് മോത്തിലാൽ നെഹ്റുവാണ്. എൽബയിൽ നിന്നും നേപ്പാളിൻ്റെ പാരീസിലേക്കുള്ള മടക്കം എന്ന് ദണ്ഡി യാത്രയെ വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസാണ്. ദണ്ഡി മാർച്ചിനെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ഇർവിൻ പ്രഭുവാണ്. കിൻഡർ ഗാർഡൻ സ്റ്റേജ് എന്ന് ഉപ്പ് സത്യാഗ്രഹത്തെ വിശേഷിപ്പിച്ചതും ഇർവിൻ പ്രഭുവാണ്. ചുവന്ന കുപ്പായക്കാർ എന്ന പേരിലും അറിയപ്പെടുന്ന സംഘടനയാണ് ഖുദായി ഖിദ്മത്ത് ഗാർ. ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി തമിഴ്നാട്ടിൽ തൃശ്ശിനാപ്പള്ളിയിൽ നിന്ന് വേദാരണ്യം കടപ്പുറത്തേക്ക് മാർച്ച് നടത്തിയത് സി രാജഗോപാലാചാരിയാണ്. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ കേന്ദ്രങ്ങളാണ് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരും കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂരും. ബേപ്പൂർ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുൾ റഹ്മാനാണ്. കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നതും മുഹമ്മദ് അബ്ദുൾ റഹ്മാനാണ്. പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കേളപ്പനാണ്. കേരളത്തിൽ കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലേക്ക് മാർച്ച് നടത്തിയ നേതാവ് ആര് എന്ന് ചോദിച്ചാൽ കേളപ്പനാണ്. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ ഗാനം വരിക വരിക സഹചരേ എന്നതായിരുന്നു. സിവിൽ നിയമലംഘന പ്രസ്ഥാനം താൽക്കാലികമായി നിർത്തിവെക്കാൻ കാരണമായ സന്ധിയാണ് ഗാന്ധി ഇർവിൻ പാക്ട് അഥവാ ഗാന്ധി ഇർവിൻ ഉടമ്പടി 1931. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൻ്റെ പരാജയത്തിൻ്റെ ഫലമായി 1932 ജനുവരിയിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനം പുനഃസ്ഥാപിക്കപ്പെട്ടു. സിവിൽ നിയമലംഘന പ്രസ്ഥാനം ഔദ്യോഗികമായി പിൻവലിച്ചത് 1934 ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിന് സംഭാവന നൽകും. ഗാന്ധിജി ഈ വാക്കുകൾ ഉരുവിട്ടത് 1930 മാർച്ച് 12 ദണ്ഡി യാത്രയ്ക്ക് പുറപ്പെടുമ്പോഴാണ്. വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന സ്ഥലം ലണ്ടനാണ്. 1930 ഒന്നാം വട്ടമേശ സമ്മേളനം നടന്നത്. ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രമുഖ നേതാക്കളാണ് തേജ് ബഹദൂർ സാപ്രു, BR അംബേദ്കർ, മുഹമ്മദ് അലി ജിന്ന. ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് റാംസേ മക്ഡൊണാൾഡാണ്. രണ്ടാം വട്ടമേശ സമ്മേളനം നടന്നത് 1931 ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം അല്ലെങ്കിൽ ഏക വട്ടമേശ സമ്മേളനമാണ് രണ്ടാം വട്ടമേശ സമ്മേളനം. സരോജിനി നായിഡു പങ്കെടുത്ത വട്ടമേശ സമ്മേളനവും രണ്ടാം വട്ടമേശ സമ്മേളനമാണ്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേഷ്ടാവായിരുന്നത് മദൻ മോഹൻ മാളവിയാണ്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുക്കാൻ കാരണമായ ഉടമ്പടി ഗാന്ധി ഇർവിൻ പാക്ട് അഥവാ ഗാന്ധി ഇർവിൻ സന്ധിയാണ്. 1931 മാർച്ച് 5 ഒപ്പുവെച്ച ഗാന്ധി ഇർവിൻ പാക്ട്. ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ വൈസ്രോയി ഇർവിൻ പ്രഭുവായിരുന്നു. രണ്ടും മൂന്നും വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ വെല്ലിംഗ്ടൺ പ്രഭുവായിരുന്നു വൈസ്രോയി. പുത്രിക രാജ്യപദവി ഉടൻ നൽകണമെന്ന ഗാന്ധിജിയുടെ ആവശ്യം നിരാകരിക്കപ്പെട്ടതോടെ പരാജയപ്പെട്ട സമ്മേളനമാണ് രണ്ടാം വട്ടമേശ സമ്മേളനം. മൂന്നാം വട്ടമേശ സമ്മേളനം നടന്നത് 1932 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിന് കാരണമായി തീർന്ന വട്ടമേശ സമ്മേളനം ഏതെന്ന് ചോദിച്ചാലും ഉത്തരം മൂന്നാം വട്ടമേശ സമ്മേളനമാണ്.
മൂന്നാം വട്ടമേശ സമ്മേളനത്തിനെത്തിയ പ്രതിനിധികളുടെ എണ്ണം 46. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാരാണ് BR അംബേദ്കറും തേജ് ബഹദൂർ സപ്രുവും. കമ്മ്യൂണൽ അവാർഡ് 1932. ഇന്ത്യയിലെ പിന്നാക്ക സമുദായക്കാർക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തിയ ആദ്യ പരിഷ്കാരമാണ് ഈ കമ്മ്യൂണൽ അവാർഡ്. കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച വർഷം 1932. 1932 ഓഗസ്റ്റ് 16 കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചത്. കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റംസേ മക്ഡൊണാൾഡാണ്. കമ്മ്യൂണൽ അവാർഡിനെതിരെ ഗാന്ധിജി ആരംഭിച്ച നിരാഹാര സമരം അവസാനിച്ച ഉടമ്പടി ഏത് എന്ന് ചോദിച്ചാൽ പൂന പാക്റ്റാണ്, പൂന ഉടമ്പടി. ഗാന്ധിജിയും അംബേദ്കറും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയായിരുന്നു ഈ പൂന ഉടമ്പടി. ഇത് 1932 കമ്മ്യൂണൽ അവാർഡിനെതിരെ ഗാന്ധിജി മരണം വരെ നിരാഹാര സത്യാഗ്രഹം നടത്തിയ ജയിൽ ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം യർവാദ ജയിലാണ്. അത് പൂനെയിലാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. കേന്ദ്രത്തിലൊരു ഫെഡറൽ മാതൃകയിലുള്ള ഗവൺമെൻറ് സ്ഥാപിക്കുന്നതിന് വ്യവസ്ഥ ചെയ്തത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റാണ്. പ്രൊവിൻഷ്യൽ ഓട്ടോണോമി അഥവാ സംസ്ഥാനങ്ങൾക്ക് സമ്പൂർണ്ണ സ്വയം ഭരണത്തിന് വ്യവസ്ഥ ചെയ്തതും ഈ ഒരു 35 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ്. അതുപോലെ തന്നെ കേന്ദ്രത്തിൽ ഡയാർക്കി അല്ലെങ്കിൽ ദ്വിഭരണത്തിന് ഈ ഒരു ആക്ട് പ്രകാരം വ്യവസ്ഥ ചെയ്തു. പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭ അഥവാ ബൈക്യാമറലിസം ചെയ്യാൻ വേണ്ടി വ്യവസ്ഥ ചെയ്ത ആക്റ്റാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. അതുപോലെ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, പബ്ലിക് സർവീസ് കമ്മീഷൻ, ഫെഡറൽ കോടതി എന്നിവ സ്ഥാപിക്കുന്നതിന് വ്യവസ്ഥ ചെയ്തത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റാണ്. ബർമ്മയെ ഇന്ത്യയിൽ നിന്നും വേർപെടുത്തിയ നിയമം ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഓഗസ്റ്റ് ഓഫർ 1940. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഇന്ത്യക്കാരുടെ പിന്തുണ ലക്ഷ്യം വെച്ചുകൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് നടത്തിയ പ്രഖ്യാപനമാണ് ഈ ഒരു ഓഗസ്റ്റ് ഓഫർ എന്ന് പറയുന്നത്. 1940 ഓഗസ്റ്റ് 8 ഈ വാഗ്ദാനം നടത്തിയത് ലിൻഗോ പ്രഭുവായിരുന്നു. ഓഗസ്റ്റ് ഓഫർ അനുസരിച്ച് ഇന്ത്യക്ക് ഡൊമീനിയൻ പദവിയും അതുപോലെ തന്നെ പ്രാതിനിധ്യ സ്വഭാവമുള്ള ഒരു ഭരണഘടനാ നിർമ്മാണ സഭയൊക്കെ രൂപവൽക്കരിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകി. കോൺഗ്രസും മുസ്ലിം ലീഗും ഈ ഒരു ഓഗസ്റ്റ് ഓഫറിനെ, ഈ ഒരു വാഗ്ദാനത്തെ എതിർത്തു. ഇതിനെ തുടർന്ന് ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ചു. ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹത്തിനായി തിരഞ്ഞെടുത്ത ആദ്യ വ്യക്തിയാണ് വിനോബ ഭാവെ. അതുപോലെ തന്നെ ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹത്തിനായി തിരഞ്ഞെടുത്ത രണ്ടാമത്തെ വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. അടുത്തത് ക്രിപ്സ് മിഷൻ. 1942 ക്രിപ്സ് മിഷൻ. ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം 1942. 1942 മാർച്ച് 22 ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയത്. ക്രിപ്സ് മിഷൻ്റെ ചെയർമാൻ സർ സ്റ്റാഫോർഡ് ക്രിപ്സ് ആയിരുന്നു. തകർന്ന ബാങ്കിൽ മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് എന്നൊക്കെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഈ ഒരു ക്രിപ്സ് മിഷനെയായിരുന്നു. മുസ്ലിം ലീഗ് ക്രിപ്സ് മിഷനെ അംഗീകരിക്കാത്തതിൻ്റെ കാരണമെന്ന് പറയുന്നത് പാകിസ്ഥാൻ വാദം ഈ ഒരു ക്രിപ്സ് മിഷൻ അംഗീകരിച്ചില്ല. അതുകൊണ്ട് മുസ്ലിം ലീഗും ക്രിപ്സ് മിഷനെ അംഗീകരിച്ചില്ല. ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ നിന്ന് മടങ്ങിയത് 1942 ഏപ്രിൽ 12 ക്വിറ്റ് ഇന്ത്യ സമരം 1942. ക്രിപ്സ് മിഷൻ്റെ പരാജയത്തെ തുടർന്ന് കോൺഗ്രസ് ആരംഭിച്ച സമരമാണ് ഈ ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം അവതരിപ്പിക്കപ്പെട്ട ദിനപത്രം ഏത് എന്ന് ചോദിച്ചാൽ അത് ഗാന്ധിജിയുടെ ഹരിജനാണ്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയ കോൺഗ്രസ് സമ്മേളനം ബോംബെ സമ്മേളനമായിരുന്നു. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കപ്പെട്ടത് ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്ത് വെച്ചാണ്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് 1942 ഓഗസ്റ്റ് 8 അതുപോലെ തന്നെ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ച ദിവസം 1942 ഓഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നതും ഓഗസ്റ്റ് 9 എന്നോർക്കുക. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കപ്പെട്ടതോടെ ഗോവാലിയ ടാങ്ക് മൈതാനം അറിയപ്പെടുന്നത് ആഗസ്റ്റ് ക്രാന്തി മൈതാനം എന്നാണ്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച നേതാവ് ജവഹർലാൽ നെഹ്റു. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യമാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ളത്. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെടുന്നത് അരുണ അസഫ് അലിയാണ്. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ നിന്ന് വിട്ടുനിന്ന പ്രമുഖ സംഘടനകളാണ് മുസ്ലിം ലീഗ്, ഹിന്ദു മഹാസഭ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നിവയൊക്കെ. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയത് ഡോക്ടർ KB മേനോനാണ്. അതുപോലെ തന്നെ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് മലബാറിൽ നടന്ന പ്രധാന സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ്. കീഴരിയൂർ ബോംബ് കേസിന് നേതൃത്വം നൽകിയത് ഡോക്ടർ KB മേനോനാണ്.
അടുത്തത് ക്യാബിനറ്റ് മിഷൻ 1946. അധികാര കൈമാറ്റ ചർച്ചകൾ ഇന്ത്യൻ നേതാക്കളുമായി നടത്തിയത് ഈ ഒരു 1946 ക്യാബിനറ്റ് മിഷനാണ്. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയത് 1946 ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ പെത്തിക് ലോറൻസ്, സ്റ്റാഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ എന്നിവരായിരുന്നു. ക്യാബിനറ്റ് മിഷൻ്റെ പ്രധാന ശുപാർശ എന്ന് പറയുന്നത് ഒരു ഇടക്കാല ഗവൺമെൻറ് രൂപീകരിക്കലായിരുന്നു. 1946 വന്ന ഇടക്കാല ഗവൺമെൻറ്റിന് നേതൃത്വം നൽകിയത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. 1946 ക്യാബിനറ്റ് മിഷനെ നിയമിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമൻ്റ് അറ്റ്ലിയാണ്. ഇന്ത്യൻ നാവിക കലാപം 1946. 1946 നാവിക കലാപം നടന്നത് ബോംബെയിലാണ്. നാവിക കലാപത്തിന് സാക്ഷ്യം വഹിച്ച യുദ്ധക്കപ്പലാണ് HMS തൽവാർ. നാവിക കലാപം നടന്ന സമയത്തെ ഇന്ത്യയിലെ വൈസ്രോയിയാണ് വേവൽ പ്രഭു എന്നും ഓർത്തിരിക്കുക. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ അവസാനത്തെ നിയമമാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് 1947 ജൂലൈ 4 ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയത് 1947 ജൂലൈ 18 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നിലവിൽ വന്നത് 1947 ഓഗസ്റ്റ് 15. അറ്റ്ലിയുടെ പ്രഖ്യാപനം. ഇന്ത്യൻ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടുകൂടി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമൻ്റ് അറ്റ്ലി 1947 ഫെബ്രുവരി 20 നടത്തിയ പ്രഖ്യാപനമാണ് അറ്റ്ലിയുടെ പ്രഖ്യാപനമെന്ന് അറിയപ്പെടുന്നത്. അറ്റ്ലിയുടെ പ്രഖ്യാപനത്തെ ധീരമായ കാൽവെപ്പ് എന്നാണ് നെഹ്റു വിശേഷിപ്പിച്ചത്. ഓക്കെ, ഇനി നവോത്ഥാന നായകന്മാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. രാജാറാം മോഹൻ റോയ്. 1772 രാജാറാം മോഹൻ റോയ് ജനിച്ചത്. ബംഗാളിലെ രാധാനഗർ എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. കടൽ മാർഗം യൂറോപ്പിലേക്ക് പോയ ആദ്യ ഇന്ത്യക്കാരനാണ് രാജാറാം മോഹൻ റോയ്. 1815 രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച സംഘടനയാണ് ആത്മീയ സഭ. 1825 കൊൽക്കത്തയിൽ വേദാന്ത കോളേജ് സ്ഥാപിച്ച ഇന്ത്യൻ നേതാവാണ് രാജാറാം മോഹൻ റോയ്. ബ്രഹ്മസമാജ സ്ഥാപകൻ അത് രാജാറാം മോഹൻ റോയിയാണ്. ബ്രഹ്മസമാജത്തിൻ്റെ പ്രചരണാർത്ഥം തുടങ്ങിയ വാരികയാണ് സമ്പാദ് കൗമുദി. ബ്രഹ്മസമാജം സ്ഥാപിതമായ വർഷം ഏത് എന്ന് ചോദിച്ചാൽ 1828. ബ്രഹ്മസമാജത്തിൻ്റെ ആദ്യ പേര് ബ്രഹ്മസഭ എന്നായിരുന്നു. ബ്രഹ്മസമാജം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയ വർഷം 1830. സതീ സമ്പ്രദായത്തിനെതിരെ നിയമം പാസാക്കാൻ വില്യം ബെൻഡിക് പ്രഭുവിനെ സഹായിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ്. സതീ സമ്പ്രദായം നിർത്തലാക്കിയ വർഷം 1829. ശൈവ രീതിയിലുള്ള വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് അദ്ദേഹം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ഉദ്യോഗസ്ഥനായിരുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് രാജാറാം മോഹൻ റോയ് അറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ സാമൂഹിക മതനവീകരണ പ്രസ്ഥാനത്തിൻ്റെ നായകനെന്നും ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകനെന്നും രാജാറാം മോഹൻ റോയ് അറിയപ്പെടുന്നു. ഭഗവത്ഗീത ബംഗാളി ഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്തത് ആര് എന്ന് ചോദിച്ചാൽ അത് രാജാറാം മോഹൻ റോയിയാണ്. ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിൻ്റെ സന്താനമെന്ന് ഈ ഒരു രാജാറാം മോഹൻ റോയ് അറിയപ്പെടുന്നു. രാജാറാം മോഹൻ റോയ് ബംഗാളിയിലേക്ക് വിവർത്തനം ചെയ്ത ജാതി വ്യവസ്ഥയെ എതിർക്കുന്ന ഒരു നാടകമാണ് ബജ്ര സൂചി. ആദ്യമായി ഇന്ത്യയിൽ ഒരു ദേശീയ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടിയ വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. ഇന്ത്യയിലെ ആദ്യത്തെ മിഷണറി സ്കൂൾ ആരംഭിച്ചതും രാജാറാം മോഹൻ റോയിയാണ്. അത് 1830. റാം മോഹൻ റോയിക്ക് രാജ എന്ന സ്ഥാനപ്പേര് നൽകിയ മുഗൾ ഭരണാധികാരി അക്ബർ ഷാ രണ്ടാമനാണ്. കൊൽക്കത്തയിൽ ഹിന്ദു കോളേജ് സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് അദ്ദേഹം. ബംഗാളി പത്രമായ സംവാദ് കൗമുദിയുടെ ആദ്യ പത്രാധിപര് രാജാറാം മോഹൻ റോയ് ആയിരുന്നു. 1833 സെപ്റ്റംബർ 27 ഇംഗ്ലണ്ടിലെ ബ്രസൽസിൽ വെച്ച് അന്തരിച്ച ഇന്ത്യൻ നേതാവാണ് രാജാറാം മോഹൻ റോയ്. ജീസസിൻ്റെ കൽപ്പനകൾ, പേഴ്സെപ്റ്റ്സ് ഓഫ് ജീസസ് എന്നത് രാജാറാം മോഹൻ റോയുടെ ഒരു പ്രധാന കൃതിയാണ്. അതുപോലെ തന്നെ തൂഫത്തുൽ മുവാഹുദ്ദീൻ എന്നതും രാജാറാം മോഹൻ റോയുടെ കൃതിയാണ്. രാജാറാം മോഹൻ റോയുടെ മരണശേഷം ബ്രഹ്മസമാജത്തിൻ്റെ നേതൃത്വം വഹിച്ച വ്യക്തി ദേവേന്ദ്രനാഥ ടാഗോറാണ്. ബ്രഹ്മസമാജത്തിൻ്റെ 2 പിരിവുകളാണ് ആദി ബ്രഹ്മസമാജവും ഭാരതീയ ബ്രഹ്മസമാജവും. റാം മോഹൻ റോയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി ദേവേന്ദ്രനാഥ ടാഗോർ ആരംഭിച്ച സംഘടനയാണ് തത്വബോധിനി സഭ എന്ന് ഓർക്കുക.
ആദി ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് ദേവേന്ദ്രനാഥ ടാഗോറാണ്. ഭാരതീയ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് കേശവചന്ദ്ര സെന്നാണ്. സാധാരണ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് ആനന്ദ മോഹൻ ബോസും അതുപോലെ ശിവാനന്ദ ശാസ്ത്രിയുമാണ്. മതങ്ങളെ താരതമ്യം ചെയ്ത് പഠിച്ച ആദ്യത്തെ അന്വേഷകൻ എന്ന് രാജാ റാംമോഹൻ റോയിയെ വിശേഷിപ്പിച്ചത് മോനിയർ വില്യംസ് ആണ് എന്ന് ഓർക്കുക. ഇനി സ്വാമി വിവേകാനന്ദനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. 1863 ജനുവരി 12 സ്വാമി വിവേകാനന്ദൻ ജനിച്ചത്. യുവജന ദിനമായി ആഘോഷിക്കുന്നത് ഈ സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനമായ ജനുവരി 12. സ്വാമി വിവേകാനന്ദൻ്റെ യഥാർത്ഥ പേരെന്ന് പറയുന്നത് നരേന്ദ്രനാഥ ദത്ത എന്നായിരുന്നു. സ്വാമി വിവേകാനന്ദൻ്റെ ഗുരു ശ്രീരാമകൃഷ്ണ പരമഹംസറാണ്. ചിക്കാഗോ മതസമ്മേളനത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ സാമൂഹിക പരിഷ്കർത്താവാണ് സ്വാമി വിവേകാനന്ദൻ. 1893 പങ്കെടുത്തത്. ചിക്കാഗോ സർവമത സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രമുഖ മലയാളിയാണ് രാജ രവിവർമ്മ. ചിക്കാഗോ മതസമ്മേളനത്തിലെ പ്രസംഗത്തിന് ശേഷം അമേരിക്കൻ ജനത സ്വാമിയെ വിശേഷിപ്പിച്ചത് ചക്രവാത സദൃശ്യനായ ഹിന്ദു എന്നായിരുന്നു വിവേകാനന്ദ സ്വാമിയെ വിശേഷിപ്പിച്ചത്. 1899 1900 പാരീസ് റിലീജിയസ് കോൺഗ്രസിൽ പങ്കെടുത്ത ഇന്ത്യൻ നേതാവാണ് സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദൻ്റെ പ്രഭാഷണത്തിൽ ആകൃഷ്ടയായ ബ്രിട്ടീഷ് യുവതിയാണ് സിസ്റ്റർ നിവേദിത. സ്വാമി വിവേകാനന്ദൻ്റെ ശിഷ്യയാണ് സിസ്റ്റർ നിവേദിത. അതുപോലെ നിവേദിതയുടെ ആദ്യകാല നാമമെന്ന് പറയുന്നത് മാർഗരറ്റ് എലിസബത്ത് നോബിൾ എന്നായിരുന്നു. സിസ്റ്റർ നിവേദിതയുടെ പ്രധാന ശിഷ്യനാണ് സുബ്രഹ്മണ്യ ഭാരതി. സ്വാമി വിവേകാനന്ദൻ ന്യൂയോർക്കിൽ സ്ഥാപിച്ച സംഘടനയാണ് വേദാന്ത സൊസൈറ്റി ഓഫ് ന്യൂയോർക്ക്. 1894 വേദാന്ത സൊസൈറ്റി ഓഫ് ന്യൂയോർക്ക് വിവേകാനന്ദൻ സ്ഥാപിച്ചത്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആത്മീയ പിതാവ് എന്ന് വിവേകാനന്ദനെ വിശേഷിപ്പിച്ചത് നേതാജി സുഭാഷ് ചന്ദ്രബോസാണ്. വിവേകാനന്ദ പ്രതിമ സ്ഥിതി ചെയ്യുന്ന സ്ഥലം കന്യാകുമാരി. സ്വാമി വിവേകാനന്ദൻ ലോകത്തിന് നൽകിയ ആഹ്വാനം ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത എന്നതായിരുന്നു. കേരളത്തെ ഭ്രാന്താലയം എന്ന് സ്വാമി വിവേകാനന്ദൻ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതൊരു ചോദ്യമാണ്. 1892 കേരളത്തെ ഭ്രാന്താലയം എന്ന് വിവേകാനന്ദൻ വിശേഷിപ്പിച്ചത്. സ്വാമി വിവേകാനന്ദൻ സമാധിയായത് 1902 ജൂലൈ 4 സ്വാമി വിവേകാനന്ദൻ്റെ പ്രമുഖ പത്രങ്ങളാണ് പ്രബുദ്ധ ഭാരതവും ഉദ്ബോധനം. സ്വാമി വിവേകാനന്ദൻ്റെ പ്രശസ്തമായ പത്രങ്ങളാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസർ നമ്മൾ പറഞ്ഞായിരുന്നു. ദക്ഷിണേശ്വരത്തെ സന്യാസി എന്നറിയപ്പെടുന്നത് ശ്രീരാമകൃഷ്ണ പരമഹംസറാണ്. രാമകൃഷ്ണ പരമഹംസരുടെ യഥാർത്ഥ പേര് ഗദാധർ ചാറ്റർജി എന്നാണ്. ഗദാധർ ചതോപാധ്യായ അല്ലെങ്കിൽ ഗദാധർ ചാറ്റർജി. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ പത്നിയാണ് ശാരദാമണി. മാനവ സേവയാണ് ഈശ്വര സേവ എന്നുള്ള അഭിപ്രായം ആരുടെയാണ് എന്ന് ചോദിച്ചാൽ അത് ശ്രീരാമകൃഷ്ണ പരമഹംസരുടെയാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ജീവചരിത്രം ഇംഗ്ലീഷിൽ ആദ്യമായി പ്രസിദ്ധീകരിച്ചത് പ്രതാപ് ചന്ദ്ര മജുംദാരാണ്. വിവേകാനന്ദൻ ആദ്യമായി ശ്രീരാമകൃഷ്ണ പരമഹംസനെ സന്ദർശിച്ച വർഷം 1881. ശ്രീരാമകൃഷ്ണ പരമഹംസര് സമാധിയായ വർഷം 1886. ശ്രീരാമകൃഷ്ണ പരമഹംസരോടുള്ള ആദരസൂചകമായി സ്വാമി വിവേകാനന്ദൻ സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ശ്രീരാമകൃഷ്ണ മിഷൻ. 1897 വിവേകാനന്ദൻ ശ്രീരാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത്. രാമകൃഷ്ണ മിഷൻ്റെ ആസ്ഥാനം ബേലൂരാണ്. രാമകൃഷ്ണ മിഷൻ്റെ വനിതാ വിഭാഗമാണ് ശാരദാ മഠമെന്നും അറിഞ്ഞിരിക്കുക. ദരിദ്രരോട് അനുതാപമുള്ളവനെ ഞാൻ മഹാത്മാവെന്ന് വിളിക്കൂ, മറിച്ചുള്ളവനെ ദുരാത്മാവെന്നും സ്വാമി വിവേകാനന്ദൻ്റെ വരികളാണ്. സംഘടന ശക്തിയാണ്, അതിൻ്റെ രഹസ്യം അച്ചടക്കത്തിലാണ്. ഇതും പറഞ്ഞത് സ്വാമി വിവേകാനന്ദനാണ്. സ്വർഗത്തിലേക്കുള്ള എളുപ്പവഴി ഫുട്ബോൾ കളിയാണ് എന്ന് അഭിപ്രായപ്പെട്ടത് സ്വാമി വിവേകാനന്ദനാണ്. ഇരുമ്പിൻ്റെ മാംസപേശികളും ഉരുക്കിൻ്റെ ഞരമ്പുകളുമാണ് നമ്മുടെ നാടിനാവശ്യം എന്ന് വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ടു. പട്ടിണി കിടക്കുന്നവനോട് മതബോധനം നടത്തുന്നത് അവനെ അപഹസിക്കുന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞത് സ്വാമി വിവേകാനന്ദനാണ്. ധനവും പദവിയും അധികാരവുമല്ല, ആവശ്യം വിവേകമാണ് എന്ന് പറഞ്ഞതും സ്വാമി വിവേകാനന്ദനാണ് എന്ന് അറിഞ്ഞിരിക്കുക. അടുത്തത് ദയാനന്ദ സരസ്വതി.
ദയാനന്ദ സരസ്വതി ജനിച്ച വർഷം 1824 ഗുജറാത്തിലെ തങ്കാര എന്ന സ്ഥലത്തിലാണ് ദയാനന്ദ സരസ്വതി ജനിച്ചത്. ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് ദയാനന്ദ സരസ്വതി. ഹിന്ദു മതത്തിൻ്റെ കാൽവിൻ ഓഫ് ഹിന്ദുയിസം എന്ന് ദയാനന്ദ സരസ്വതി അറിയപ്പെടുന്നു. ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ പേര് മൂൽ ശങ്കർ എന്നാണ്. മൂൽ ശങ്കറിന് ദയാനന്ദ സരസ്വതി എന്ന പേര് നൽകിയത് സ്വാമി വിർജനാന്ദയാന്ന് ഓർത്തിരിക്കുക. സ്വാമി വിർജാനന്ദയാണെന്ന് ഓർക്കുക. മുൽശങ്കർ എന്ന പേര് മുൽശങ്കറിന് ദയാനന്ദ സരസ്വതി എന്ന പേര് നൽകിയത്. ആര്യസമാജ സ്ഥാപകനാണ് സ്വാമി ദയാനന്ദ സരസ്വതി. ആര്യസമാജത്തിൻ്റെ ആസ്ഥാനം ബോംബെയാണ്. ആര്യസമാജം സ്ഥാപിച്ച വർഷം 1875. സത്യാർത്ഥ പ്രകാശം രചിച്ചത് ദയാനന്ദ സരസ്വതിയാണ്. ദയാനന്ദ സരസ്വതി സത്യാർത്ഥ പ്രകാശം രചിക്കാൻ ഉപയോഗിച്ച ഭാഷ ഹിന്ദി ഭാഷയാണ്. ദയാനന്ദ സരസ്വതി ആരംഭിച്ച പത്രമാണ് ആര്യപ്രകാശം. ഹിന്ദു മതത്തിൽ നിന്നും വിട്ടുപോയവരെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ശുദ്ധി പ്രസ്ഥാനം. വേദഭാഷ്യം, വേദഭാഷ്യ ഭൂമിക എന്നീ ഗ്രന്ഥങ്ങളുടെ രചയിതാവ് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ദയാനന്ദ സരസ്വതിയുടെ ശിഷ്യനായ പ്രശസ്ത സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ലാലാ ലജ്പത് റോയ്. ഹരിദ്വാറിൽ ഗുരുകുലം സ്ഥാപിച്ച സംഘടനയാണ് ആര്യസമാജം. ദയാനന്ദ ആംഗ്ലോ വേദിക് സ്കൂൾ സ്ഥാപിച്ചത് 1886 ലാല ഹൻസ്രാജാണ്. ദയാനന്ദ ആംഗ്ലോ വേദിക് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് ലാഹോറിലാണ്. തെക്കേ ഇന്ത്യയിലെ ദയാനന്ദൻ എന്നറിയപ്പെടുന്നത് രാമലിംഗ അടികളാണ് എന്ന് ഓർത്തിരിക്കുക. ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ പേര് മുൽശങ്കറാണ് എന്ന് നമ്മൾ പറഞ്ഞു. ദയാനന്ദ സരസ്വതി 1883 അന്തരിച്ചത്. ജോധ്പൂർ രാജാവിൻ്റെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലെത്തുകയും അവിടെ വെച്ച് വിഷം കലർന്ന ആഹാരം കഴിച്ച് മരിക്കാനുമിടയായ സാമൂഹിക പരിഷ്കർത്താവ് ആര് എന്ന് ചോദിച്ചാൽ ഉത്തരം ദയാനന്ദ സരസ്വതിയാണ്. സ്വരാജ്, സ്വഭാഷ, സ്വധർമ്മ എന്നീ ആശയങ്ങളെക്കുറിച്ച് ആദ്യമായി പ്രസ്താവിച്ചത് ദയാനന്ദ സരസ്വതിയാണ്. ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ദയാനന്ദ സരസ്വതിയുടെയാണ്. അതുപോലെ തന്നെ ആര്യന്മാർ ഇന്ത്യയിലേക്ക് വന്നത് ടിബറ്റിൽ നിന്നാണെന്ന് അഭിപ്രായപ്പെട്ടതും ദയാനന്ദ സരസ്വതിയാണ്. വേദങ്ങളിലേക്ക് മടങ്ങാൻ ആഹ്വാനം ചെയ്തത് ദയാനന്ദ സരസ്വതിയാണ്. ഗീതയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് സ്വാമി വിവേകാനന്ദനാണെന്നും ഓർത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ആത്മാറാം പാണ്ഡുറങ്. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആത്മാറാം പാണ്ഡുറങ്ങാണ്. പ്രാർത്ഥനാ സമാജം സ്ഥാപിക്കപ്പെട്ടത് 1867. ഹിന്ദുമത ചിന്തകളെയും അനുഷ്ഠാനങ്ങളെയും ആധുനിക വിജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിൽ പരിഷ്കരിക്കുക എന്നതായിരുന്നു പ്രാർത്ഥനാ സമാജത്തിൻ്റെ ലക്ഷ്യം. പ്രാർത്ഥനാ സമാജത്തിൻ്റെ മറ്റു നേതാക്കൾ MG റാനഡെ, RG ഭണ്ഡാർക്കർ, KT തിലക് എന്നിവരായിരുന്നു. നെക്സ്റ്റ് ജ്യോതിറാവ് ഫുലെ. ഇന്ത്യയിലെ ജാതിവിരുദ്ധ ബ്രാഹ്മണ വിരുദ്ധ പ്രസ്ഥാനത്തിൻ്റെ യഥാർത്ഥ സ്ഥാപകനാണ് ജ്യോതിറാവ് ഫുലെ. ഇന്ത്യയിലെ ജാതിവിരുദ്ധ ബ്രാഹ്മണ വിരുദ്ധ പ്രസ്ഥാനത്തിൻ്റെ യഥാർത്ഥ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ജ്യോതിറാവ് ഫുലെയാണ്. ഗോവിന്ദറാവ് ഫുലെ എന്ന പേരിൽ അറിയപ്പെടുന്നതും ജ്യോതിറാവ് ഫുലെയാണ്. സത്യശോധക് സമാജ് സ്ഥാപിച്ചത് ജ്യോതിറാവ് ഫുലെയാണ്. മഹാരാഷ്ട്രയിലെ ആദ്യത്തെ വിപ്ലവകരമായ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം സത്യശോധക് സമാജാണ്. മഹാരാഷ്ട്രയിലെ ആദ്യത്തെ വിപ്ലവകരമായ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം സത്യശോധക് സമാജമാണ്. ജ്യോതിറാവ് ഫുലെയാണ് സ്ഥാപിച്ചത്. സത്യശോധക് സമാജ് സ്ഥാപിച്ചത് 1873. സത്യശോധക് സമാജ് സ്ഥാപിച്ചത് മഹാരാഷ്ട്രയിലെ പൂനെയിലാണ്. ഗുലാംഗിരി എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ജ്യോതിറാവ് ഫുലെയാണ്. ഗുലാംഗിരി എന്ന വാക്കിൻ്റെ അർത്ഥം അടിമത്തം എന്നാണ്. അംബേദ്കറുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് ജ്യോതിറാവ് ഫുലെയാണ്. ഇന്ത്യയിലെ സാമൂഹ്യ വിപ്ലവത്തിൻ്റെ പിതാവ് എന്ന് ജ്യോതിറാവ് ഫുലെയെ വിശേഷിപ്പിച്ചത് ധനഞ്ജയ് കീറാണ്. ജ്യോതിറാവ് ഫുലെ മഹാത്മാ എന്ന ബഹുമതി അദ്ദേഹത്തിന് ലഭിച്ചത് 1888. വേദാന്ത കോളേജ് സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ്. അതുപോലെ തന്നെ മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ്, അലിഗാർ മുസ്ലിം യൂണിവേഴ്സിറ്റി എന്നിവ സ്ഥാപിച്ചത് സയ്യിദ് അഹമ്മദ് ഖാൻ. ബനാറസ് ഹിന്ദു കോളേജ് സ്ഥാപിച്ചത് മദൻ മോഹൻ മാളവ്യ. ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിച്ചത് KM മുൻഷിയാണ്. ഓക്കെ, നെക്സ്റ്റ് വീരേശലിംഗം പന്തലു. ആന്ധ്രാപ്രദേശിൽ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചത് വീരേശലിംഗം പന്തലുവാണ്. വിവേകവർദ്ധിനി എന്ന മാസിക ആരംഭിച്ചത് വീരേശലിംഗം
പന്തലു. വിവേകവർദ്ധിനി ആരംഭിച്ച വർഷം 1874. ഹിതകാരിണി സംഘം എന്ന സംഘടന സ്ഥാപിച്ചതും വീരേശലിംഗം പന്തലുവാണ്. 1892 മദ്രാസ് ഹിന്ദു അസോസിയേഷൻ ആരംഭിച്ചത് വീരേശലിംഗം പന്തലുവാണ്. അടുത്തത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ സമുന്നത നേതാവാണ് സയ്യിദ് അഹമ്മദ് ഖാൻ. അലിഗഡ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. 1875 മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് സ്ഥാപിച്ചത് സയ്യിദ് അഹമ്മദ് ഖാനാണ്. അലിഗഡ് പ്രസ്ഥാനത്തിൻ്റെ പ്രധാന പ്രവർത്തകരാണ് ചിരാഗ് അലിയും നാസിർ അഹമ്മദും. ഓൾ ഇന്ത്യ മുഹമ്മദൻ എഡ്യൂക്കേഷണൽ കോൺഫറൻസ് സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര് എന്ന് ചോദിച്ചാൽ ഉത്തരം സയ്യിദ് അഹമ്മദ് ഖാനാണ്. കോൺഗ്രസിൻ്റെ രൂപീകരണത്തെ എതിർത്ത് 1888 യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ സ്ഥാപിച്ച വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ സയ്യിദ് അഹമ്മദ് ഖാനാണ്. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഓർഡർ ഓഫ് ദി സ്റ്റാർ ഓഫ് ഇന്ത്യ അവാർഡ് നേടിയ ഇന്ത്യൻ സാമൂഹിക പരിഷ്കർത്താവാണ് സയ്യിദ് അഹമ്മദ് ഖാൻ. സയ്യിദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ച പത്രമാണ് തഹസീബ് ഉൾ അഖ്ലഖ്. ഹിന്ദുവും മുസ്ലിമും ഇന്ത്യയുടെ 2 കണ്ണുകളാണ് എന്ന് സർ സയ്യിദ് അഹമ്മദ് ഖാൻ അഭിപ്രായപ്പെട്ടു. തിയോസോഫിക്കൽ സൊസൈറ്റി 1875 അമേരിക്കയിലെ ന്യൂയോർക്കിൽ സ്ഥാപിച്ച സംഘടനയാണ് തിയോസോഫിക്കൽ സൊസൈറ്റി. തിയോസോഫിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപകർ മാഡം ബ്ലാവാട്സ്കി, കേണൽ ഓൾക്കോട്ട് എന്നിവരാണ്. ബ്രഹ്മവിദ്യാ സംഘം എന്ന പേരിൽ അറിയപ്പെടുന്നത് തിയോസോഫിക്കൽ സൊസൈറ്റിയാണ്. ഇന്ത്യൻ തിയോസോഫിക്കൽ സൊസൈറ്റിയുടെ ആസ്ഥാനം അടയാറാണ്. തിയോസോഫിക്കൽ സൊസൈറ്റിയുടെ ഇന്ത്യയിലെ മുഖ്യ പ്രവർത്തകയാണ് ആനി ബസന്റ്. ഇന്ത്യൻ തിയോസോഫിക്കൽ സൊസൈറ്റിയിൽ അംഗമായത് 1889. ആനി ബസന്റ് ഇന്ത്യൻ തിയോസോഫിക്കൽ സൊസൈറ്റിയുടെ അധ്യക്ഷയായത് 1907. തിയോസോഫിക്കൽ സൊസൈറ്റിയുടെ പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യക്കാരൻ സി ജീനരാജ ദാസ് ആണ്. ഇനി കുറച്ച് സംഘടനകളും അത് സ്ഥാപിച്ച ആൾക്കാരുടെ പേരുകളൊക്കെ ജസ്റ്റ് ഒന്നുകൂടെ പറയുവാണ്. ആത്മീയ സഭ, അതുപോലെ ബ്രഹ്മസമാജം ഇവയൊക്കെ സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ്. ശുദ്ധി പ്രസ്ഥാനം ദയാനന്ദ സരസ്വതി. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ദാദാഭായ് നവറോജി. ഇന്ത്യൻ അസോസിയേഷൻ സുരേന്ദ്രനാഥ ബാനർജി. ആര്യ സമാജം ദയാനന്ദ സരസ്വതി. യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ശ്രീരാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ. അതുപോലെ വേദാന്ത സൊസൈറ്റി ന്യൂയോർക്കിൽ സ്ഥാപിച്ചതും സ്വാമി വിവേകാനന്ദനാണ്. ഇന്ത്യ ഹൗസ്, ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റി എന്നിവ ലണ്ടനിൽ സ്ഥാപിച്ചത് ശ്യാംജി കൃഷ്ണവർമ്മയാണ്. ഹരിജൻ സേവാ സംഘം സ്ഥാപിച്ചത് ഗാന്ധിജിയാണ്. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുറങ്ങൻ്റെയാണ്. പൂന സാർവജനിക് സഭ മഹാദേവ ഗോവിന്ദ റാനഡയുടെയാണ്. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി MG റാനഡയുടെയാണ്. ഹിന്ദു മഹാസഭ മദൻ മോഹൻ മാളവ്യയുടെ. ഓൾ ഇന്ത്യ കിസാൻ സഭ സ്വാമി സഹജാനന്ദ സരസ്വതിയുടെയാണ്. ധർമ്മസഭ രാജ രാധാകാന്ത് ദേവിൻ്റെ. ദേവസമാജം ശിവനാരായൺ അഗ്നിഹോത്രിയുടെയാണ്. നവവിധാൻ എന്നത് കേശവചന്ദ്ര സെന്നിൻ്റെയാണ്. അതുപോലെ ഇന്ത്യൻ റിഫോംസ് അസോസിയേഷനും കേശവചന്ദ്ര സെന്നിൻ്റെയാണ്. തത്വബോധിനി സഭ ദേവേന്ദ്രനാഥ ടാഗോർ. നവ്ജവാൻ ഭാരത് സഭ ഭഗത് സിംഗിൻ്റെയാണ്. നവ്ജവാൻ ഭാരത് സഭ. സത്യശോധക് സമാജ് ജ്യോതിറാവ് ഫുലെ. സർവോദയ പ്രസ്ഥാനം ജയപ്രകാശ് നാരായൺ. അഹമ്മദീയ മൂവ്മെൻറ്റ് മിർസ ഗുലാം അഹമ്മദ്. മഹർ പ്രസ്ഥാനം അംബേദ്കർ. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ഭഗത് സിംഗും ചന്ദ്രശേഖർ ആസാദും ചേർന്നാണ് തുടങ്ങിയത്. അതുപോലെ തിയോസോഫിക്കൽ സൊസൈറ്റി കേണൽ ഓൾക്കോട്ടും മാഡം ബ്ലാവാട്സ്കിയും. യങ് ബംഗാൾ മൂവ്മെൻറ്റ് വിവിയൻ ഡെറോസിയാണ് യങ് ബംഗാൾ മൂവ്മെൻറ്റിൻ്റെ സ്ഥാപകൻ. ഹോം റൂൾ ലീഗിൻ്റെ സ്ഥാപകർ ആനി ബസന്റും ബാലഗംഗാധര തിലകുമാണ്. 1916 ഹോം റൂൾ ലീഗ്. RSSൻ്റെ സ്ഥാപകൻ കേശവ് ബൽറാം ഹെഡ്ഗേവറാണ്. അനുശീലൻ സമിതിയുടെ സ്ഥാപകർ P മിത്രയും ബരീന്ദ്ര കുമാർ ഘോഷുമാണ്. അഭിനവ് ഭാരതിൻ്റെ സ്ഥാപകർ VD സവർക്കറും ഗണേഷ് സവർക്കറുമാണ്. സ്വദേശി ബാന്ധവ് സമിതിയുടെ സ്ഥാപകൻ അശ്വനി കുമാർ ദത്താണ്. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ്റെ സ്ഥാപകർ സച്ചിൻ സന്യാൽ, രാംപ്രസാദ് ബിസ്മിൽ, യോഗേഷ് ചാറ്റർജി എന്നിവരാണ്.
സോഷ്യൽ സർവീസിൻ്റെ സ്ഥാപകർ NM ജോഷിയാണ്. പീപ്പിൾ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ സ്ഥാപകർ BR അംബേദ്കർ. ഈ സ്ഥാപകരുടെ കാര്യങ്ങളൊക്കെ 1-2 വട്ടം നിങ്ങളൊന്നുകൂടെ ഒന്ന് കേൾക്കുവാണെങ്കിൽ സംഭവം നമ്മുടെ മൈൻഡിൽ പതിഞ്ഞു പൊക്കോളും. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത്. നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്നിൽ തവണ കേട്ട് പഠിക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇന്ത്യൻ ചരിത്രത്തിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ ഉത്തരം എഴുതാൻ സാധിക്കും. പിന്നെ 10th ലെവൽ പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള കണ്ടൻറ് എല്ലാം പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നമ്മൾ നൽകുന്ന കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ PSC LDC എന്ന് മെസ്സേജ് അയയ്ക്കുക. ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്.